പുതുവർഷത്തിൽ ആരംഭിക്കുന്ന 12 മാസത്തിൻ്റെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. എൻ്റെ പേര് TC വിഷ്ണു നമ്പൂതിരി, ചന്ദ്രമനയില്ലം, തട്ടാരമ്പലം, തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ കാട്ടുപള്ളി ക്ഷേത്രം മേൽശാന്തിയായി ജോലി നോക്കി വരികയാണ്. അപ്പം 12 മാസത്തെ ഫലങ്ങളെ ചിന്തിക്കുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം, ഇങ്ങനെ ഓരോ പാദം ക്രമത്തിലായിരിക്കും നമ്മളിവിടെ ഫലം പറയുന്നത്. ഈ ഫലം മനുഷ്യരാശിക്ക് എങ്ങനെ ഗുണപ്രദമാക്കി എടുക്കാൻ പറ്റും, അതിന് വേണ്ടുന്ന പരിഹാരങ്ങളും അവരെ എങ്ങനെ ഈ നക്ഷത്ര ഗോചര ഫലം ഓരോ നക്ഷത്രക്കാരിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം മേടക്കൂറുകാരാണ്. അവർക്ക് ഇന്ന് വ്യാഴം 3ഉം 4ഉം ഭാവങ്ങളിലായി സ്ഥിതി ചെയ്യുകയും ശനി 12-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും, രാഹു 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാകയാൽ സ്ഥാനഭ്രംശം, കാര്യങ്ങൾക്ക് തടസ്സം, ബന്ധുക്കൾ മൂലം ഉണ്ടാകുന്ന ചില ദുഃഖങ്ങളും ദീനതകളും, നാൽക്കാലി വാഹനം തുടങ്ങിയവയിൽ നിന്നുണ്ടാകുന്ന ഭയങ്ങളും അനിഷ്ട സംഭവങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്കൊക്കെ സാധ്യത അതിന് വളരെ കൂടുതലാണ്. അലച്ചില്, ബുദ്ധിമുട്ടുകളും കൂടുവാൻ സാധ്യതയുണ്ട്. ദ്രവ്യലാഭം, ആരോഗ്യലാഭം, ഭൂമിലാഭം എന്നിവയ്ക്ക് വളരെയധികം സാധ്യത കാണുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിലുള്ളവർ. ഈ ഫലങ്ങൾ ഇവർക്ക് എങ്ങനെ ഗുണപ്രദമായി വരുന്നു എന്ന് ചോദിച്ചാൽ, ആരൂഢാധിപന് ബലം കുറയുകയും അഷ്ടമാധിപനായി നിൽക്കുന്ന ഗ്രഹത്തിന്, അതായത് ആരൂഢാധിപന് ബലം കൂടുകയും അഷ്ടമാധിപന് ബലം കൂടി നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് പല വിധത്തിലുള്ള അപകടങ്ങളും അനിഷ്ടങ്ങളും സംഭവിക്കുന്നു. അത് ആരൂഢേശേ ബലവിരഹിതേ രന്ധ്രവേ വീരയുക്തേ തസ്മിൻ കാലേ വിപത്ത് അതിതരാ ജായകോ വൃശ്ചകസ്യ. ആരൂഢാധിപന് ബലം കുറയുകയും അഷ്ടമാധിപന് ബലം കൂടി നിൽക്കുന്ന കാലഘട്ടം വൃശ്ചകർക്ക് വളരെയധികം ഉള്ള പ്രതിസന്ധികളും അനിഷ്ടങ്ങളും സമയദോഷവും ഗ്രഹപ്പിഴകളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ അവർക്ക് തന്നെ ഒരു നല്ല ഫലത്തെ പറയുന്നത് ആരൂഢേശേ ശുഭപതി പ്രാപ്തവിദ്യു വിവീര്യായുർ സർവ സൗഭാഗ്യാകമാത്ര. അപ്പോൾ അതായത് ആരൂഢാധിപനായിരിക്കുന്ന 9-ാം ഭാവാധിപന് ബലം കൂടുകയും 12, 6, 8 ഭാവനാഥന്മാർക്ക് ബലം കുറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് വളരെയധികം ഗുണഫലങ്ങൾ അവർ പ്രതീക്ഷിക്കാതെ തന്നെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാനും കൂടെ സാധിക്കുന്ന കാലവും അവർക്ക് തന്നെ ഉണ്ടാവും. അത് ഓരോ മാസവും എങ്ങനെ വന്നിരിക്കുന്നു, ഓരോ നക്ഷത്രക്കാർക്കും അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽപ്പെട്ടവർക്ക് ഇതെങ്ങനെ സ്വാധീനിക്കുന്നുള്ള ഓരോ മാസത്തെ എടുത്തു പറയുവാണ്. നമ്മുടെ അശ്വതി, ഭരണി, കാർത്തികയ്ക്ക് 1-ാം പാദത്തിലുള്ളവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുകളും രോഗവർദ്ധനകളും ഉണ്ടാവുക, ശത്രുക്കളുമായി പലതരത്തിലുള്ള സന്ധി ഉണ്ടാവുന്നതിനും അവരുടെ ശത്രുതകളൊക്കെ കുറഞ്ഞ് ചില വാഗ്വാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പരിഹരിക്കുന്നതിനും രോഗശമനങ്ങൾ ഉണ്ടാവും. രോഗങ്ങൾക്ക് അസുഖത്തിൽപ്പെട്ട് നിൽക്കുന്നവർക്ക് ശമനം സംഭവിക്കുകയും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനപരമായിട്ടുണ്ടാവുന്ന ചില തടസ്സങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് അവർ വിദ്യയിൽ കുറച്ചുകൂടെ പുരോഗതി പ്രാപിക്കുന്നതിനും ഒരു സാധ്യതയുള്ള മാസമാണത്. കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കുവാനുള്ള കഴിവും ഇവർക്ക് ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. അതിനുശേഷം വരുന്ന ഊർജ്ജസ്വലത, രോഗപ്രതിരോധ ശക്തി, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും. പൊതുകാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ഗാർഹികമായിട്ടുള്ള കുടുംബജീവിതത്തിൽ മികവ് സൃഷ്ടിക്കുകയും കുടുംബജീവിതം സന്തോഷകരമാകാനും സാധ്യതയായിട്ടുള്ള മാസമാണ് കന്നിമാസം. തുലാമാസത്തിൽ ഇവർക്ക് ഉദരവ്യാധി, സഞ്ചാരം എന്നിവയ്ക്ക് സാധ്യതയും കലഹങ്ങൾ, മറ്റ് ബിസിനസ് പരമായും മറ്റ് മേഖലയിൽ നിന്നൊക്കെയുള്ള ചെറിയ എതിർപ്പുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള അവരുടെ പഠനത്തിലൊക്കെ കുറേയൊക്കെ താഴേക്ക് പോവുക, പിന്നീട് വീണ്ടും അവരതിൽ നിന്ന് മികവ് ഉണ്ടാക്കിയെടുക്കണം. വൃശ്ചിക മാസത്തിൽ ദ്രവ്യലാഭം ഉണ്ടാവുകയും ശത്രുക്കൾ നിന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും രോഗങ്ങൾ, ദുരിതങ്ങളിൽപ്പെട്ട് വലയുന്നവർക്ക് രോഗശാന്തി ഉണ്ടാവുന്നതിനും സർക്കാരിൽ നിന്നും, അതായത് സർക്കാർ മേഖലയിലെ അധികാരികളിൽ നിന്നും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നൈപുണ്യം പ്രദർശിപ്പിക്കാനും വൃശ്ചിക മാസം അവർക്ക് അനുകൂലമായി സാധിക്കും. ധനുമാസത്തിൽ മൃഷ്ടാന്ന ലാഭവും സുഖശയനവും
പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാവുകയും അവരുടെ ചിന്താശേഷികൾ വർദ്ധിപ്പിക്കുകയും വിശാല മനസ്സത ഉണ്ടാവുകയും പങ്കാളികളുമായിട്ട് ചെയ്യുന്ന കൂട്ടുകച്ചവടത്തിൽ ബിസിനസ്സിലുമൊക്കെ വിജയം ഉണ്ടാവാനും ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിനും ഈ വരുന്ന ധനുമാസം ഗുണകരമായി കാണുന്നുണ്ട്. അടുത്തതായിട്ട് മകരമാസത്തിൽ ഉത്തരവാദിത്തങ്ങളുള്ള പല തൊഴിൽപരമായ മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുന്നതിനും ജോലിയിൽ സ്ഥാനക്കയറ്റം സംഭവിച്ച് പുതിയ നിയമനങ്ങൾ കിട്ടുന്നതിനും പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ കിട്ടാനും പ്രവണത ധർമ്മതയിലൂടെ അവർക്ക് നേടിയെടുക്കുന്നതിനും ആദരണീയത ഉണ്ടാവുകയും ജീവിതത്തിൽ വിജയങ്ങൾ സാധിക്കാനും അവർക്ക് സാധിക്കുന്ന ഒരു മാസമാണ് മകരമാസം. സഹപ്രവർത്തകരിൽ നിന്നും പങ്കാളികളിൽ നിന്നുമൊക്കെ നേട്ടം സംഭവിക്കുകയും ചെയ്യും അവർക്ക്. കുംഭമാസത്തിൽ വിശ്വസ്തരായ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും നേട്ടമുണ്ടാവുകയും ആഗ്രഹ സഫലീകരണങ്ങൾ കൈവരികയും ധാരാളം യാത്ര ചെയ്യേണ്ടി വരികയും ചെയ്യും. മതപരമായ വിഷയങ്ങളെപ്പറ്റി ആഴത്തിൽ പഠിക്കുവാനും പുണ്യതീർത്ഥ ദേവാലയങ്ങളൊക്കെ സ്നാനം ചെയ്യുന്നതിനും സാമ്പത്തിക സാമൂഹിക വിജയങ്ങൾ കൈവരുവാനും അവർക്ക് സാധിക്കുന്നതാണ്. മീനമാസത്തിൽ ലൗകികമായ വിഷയങ്ങളിൽ ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയും മറ്റ് കുടുംബജീവിതം, വാഹനം, പുതിയ കാര്യങ്ങൾ, വീട് പരമായ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൻ്റേതായൊരു മികവ് മീനമാസത്തിൽ പ്രതീക്ഷിക്കാം. ആരിലും ആത്മവിശ്വാസം അർപ്പിക്കാതിരിക്കുക. പ്രണയബദ്ധരായിട്ടുള്ള കാലഘട്ടങ്ങളിൽ നിൽക്കുന്നവർക്ക് പ്രണയ സാഫല്യം, അവരെ ഇഷ്ടപ്പെട്ട വിവാഹം നടക്കുന്നതിനും അവരുടേതായ കാര്യങ്ങളൊക്കെ നടപ്പിലാവാൻ പറ്റിയൊരു മാസം കൂടാണ് ഈ മീനമാസം. മേടമാസത്തിൽ ആത്മീയമായിട്ടുള്ള ചിന്താഗതികൾ വർദ്ധിക്കുകയും ജാലവിദ്യകളിൽ താല്പര്യം വരികയും മറ്റുള്ളവരുടെ ചതിയിൽപ്പെടാതെ സൂക്ഷിക്കണം. അപകടങ്ങൾ കരുതിയിരിക്കണം. സാമൂഹിക സംഘടനകളും ആയുള്ള ബന്ധം ശക്തി പ്രവർത്തിപ്പിക്കണം. ഇടവമാസത്തിൽ തീക്ഷ്ണമായ മാറ്റങ്ങൾക്ക് വിധേയരാകും ഈ അശ്വതി ഭരണി കാർത്തികക്കാര്. ചുറ്റുപാടുകൾക്കും പ്രതിബന്ധങ്ങളും സൃഷ്ടിക്കുകയും ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കണം ഇവര്. രക്തം, പിത്തം, വ്യാധിക്കും നേത്രരോഗത്തിനും സാധ്യതകൾ കാണുന്നുണ്ട്. ബന്ധുക്കളോട് കലഹിക്കാതെ അനുനയിപ്പിച്ചും പോകാനുള്ളൊരു സൂത്രശാലികളായിരിക്കണം ഇവര്. മിഥുനമാസത്തില് സർക്കാർ കാര്യങ്ങളിൽ വിജയം സിദ്ധിക്കുകയും വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും ഓഹരി വിപണി, ഊഹക്കച്ചവടം നടത്തുന്നവർക്ക്, ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർക്ക് അവർക്ക് അവരുടെ ബിസിനസ്സിൽ പുരോഗതി വരാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുതുകാര്യങ്ങളിൽ വിജയം സിദ്ധിക്കുകയും ഇവർക്ക് ഉണ്ടാകും. കർക്കിടക മാസത്തിൽ ജോലിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കും. അനുകൂല സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകുകയും ഊഹാപോഹ പ്രവണതകളും ജീവിതത്തിൽ ഗുണം ചെയ്യും. ഭൂമി ലാഭം, വാഹന ലാഭം, അതുപോലെ പുതിയ ഭൂമി ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് ഭൂമി മേടിക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി വിവരാവകാശ ശേഖരണാർത്ഥം യാത്രകൾ ചെയ്യേണ്ടി വരികയും അങ്ങനെ തുടങ്ങിയ അനവധി നേട്ടങ്ങൾ ഈ വർഷത്തെ ഫലത്തില്, 12 മാസത്തെ ഫലത്തില് അശ്വതി ഭരണി കാർത്തികക്കാർക്ക് അവരെ കാത്തിരിപ്പുണ്ട്. അവർക്ക് വ്യാഴം 3ഉം 4ഉം ഭാവങ്ങളിലായിട്ട് നിൽക്കുകയും ആദ്യ കാലഘട്ടങ്ങളിൽ ആദ്യ പകുതി, അതായത് 2026 മെയ് മാസം വരെ അവർക്ക് വ്യാഴം 3ൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. സ്ഥാനഭ്രംശങ്ങളും മാനഹാനി, മറ്റ് ചില ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സൗഹൃദങ്ങൾ വഴി ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളും ഒക്കെ സൂക്ഷിച്ചാൽ മതി. അത് കഴിയുന്ന ആ പകുതി കഴിയുമ്പോൾ 2026 മെയ് മാസം 1-ാം തീയതിക്ക് ശേഷം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് 4ലേക്ക് വ്യാഴം വരികയും അവരുടെ പല സംരംഭങ്ങളും അവരുടെ 9ാം ഭാവാധിപനായ വ്യാഴം ഉച്ചത്തിലേക്ക് വരുമ്പോൾ അവർക്ക് സർവ്വവിധമായിട്ടുള്ള 2026 മെയ് തൊട്ട് 2027 മെയ് വരെയുള്ള കാലങ്ങൾ അവർക്ക് അനുകൂലമായ സാധ്യതകൾ തുറന്നു കാട്ടുന്നുണ്ട്. അതാണ് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക 1-ാം പാദത്തിൽ. അപ്പൊ ഈ അശ്വതി നക്ഷത്രത്തിനെ തന്നെ എടുത്തു പറയുമ്പോൾ അവരുടെ ദശാനാഥൻ കേതുവാണ്. അത് 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, സന്താനങ്ങളിൽ നിന്നുണ്ടാവുന്ന ചില പ്രതിബദ്ധതകളും ഒക്കെ അവരെ മാനസികമായിട്ട് അടിവലയ്ക്കും. അതിനെയൊക്കെ അവർ അതിജീവിക്കണം. പിന്നെ അവർക്ക് ഗുണകരമായിട്ട് കാണുന്നത് കർമ്മവതിയായിട്ടുള്ള ശനി 12-ാം ഭാവത്ത് നിൽക്കുന്നതുകൊണ്ട് പല സ്ഥാനങ്ങളും വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി ആയതുകൊണ്ടും വലിയ ദോഷം ചെയ്യാതെ
അവർക്ക് സ്ഥാനചലനങ്ങളൊക്കെ സംഭവിച്ചാലും ഉദ്യോഗത്തിൽ മാറ്റമുണ്ടായി പുതിയ ജോലിയിലേക്ക് പോകുന്നതിനും ഒക്കെ അവർക്ക് സാധ്യതകളുണ്ട്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശവാസവും അനുകൂലമായിട്ട് കാണുന്നുണ്ട്. 11-ലെ രാഹു അഭിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. സർപ്പാരാധനയും സർപ്പപ്രീതികളൊക്കെ വരുത്തിയും സർപ്പങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള രാഹു പൂജകളും ഒക്കെ കഴിക്കുന്നവർ നല്ലതാണ്. അശ്വതി നക്ഷത്രക്കാരുടെ ദശാനാഥൻ കേതുവാണ്. കേതുവിനെ കൊണ്ട് ഗണപതി ഹോമം കഴിപ്പിക്കുക, ഗണപതി ഭജനങ്ങൾ ചെയ്യുക, ഭഗവതി സേവ, ദേവീ പൂജകളൊക്കെ കഴിപ്പിക്കുക. അവരുടെ നക്ഷത്ര ദിവസം, ജന്മനക്ഷത്ര ദിവസം ക്ഷേത്രത്തിലോ അതിൻ്റെതായ രീതിയിൽ വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ അവർക്ക് അവരുടെ ഈ പാടുകളൊക്കെ മാറ്റാൻ വേണ്ടി, വഴിപാടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഷ്ടപ്പാട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് വഴിപാട് കഴിക്കാൻ പറയുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ഇനി വഴിപാടൊന്നും കഴിച്ചില്ല എങ്കിൽ തന്നെ അവരിതൊന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ തന്നെ അറിഞ്ഞുകൊണ്ട് അതിജീവിക്കാൻ പറ്റിയാൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ സിദ്ധിക്കുന്നതാണ്. ഭരണി നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള ശുക്രനാണ് ദശാനാഥൻ. ആ ഭരണിയുടെ ശുക്രന് ദശാനാഥനായിട്ട് സഞ്ചരിക്കുന്ന ഒരു രാശിയിൽ ഒരു മാസമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാസത്തിൽ ഉണ്ടാകുന്ന ഭേദഗതികളൊക്കെ അവരെ സ്വാധീനിക്കും. അവർക്കും വളരെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. 2026 മെയ് തൊട്ട് വരുന്ന അടുത്ത 2027 മെയ് വരെ അവർക്ക് അനുകൂലമായിട്ടാണ്. ഇപ്പോൾ അവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. 2025 മെയ് തൊട്ട് 2026 മെയ് വരെ ഭരണി നക്ഷത്രക്കാർക്ക് 3-ൽ വ്യാഴം സ്ഥിതി ചെയ്യും. 3-ലും 4-ലുമായിട്ടാണ് വ്യാഴം സ്ഥിതി ചെയ്യുക. അന്ന് ഒരു മാസത്തേക്കാണ് ഈ പകർച്ച വരുന്നത്. 49 ദിവസത്തെ പകർച്ച അവരെ സ്വാധീനിക്കും. എങ്കിലും അവർക്ക് ഗുണകരമായിട്ടുള്ളൊരു നേട്ടം പ്രതീക്ഷിക്കാവുന്ന നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. കാർത്തിക 1-ാം പാദമായിട്ടുള്ള മേടക്കൂറ് ആദിത്യൻ ദശാനാഥനായിട്ട് ജനിക്കുന്ന ഇവർക്ക് ആദിത്യൻ ഓരോ മാസത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. സംക്രമ ദിവസം എല്ലാ മാസവും ജന്മമാസത്തിൽ ഓരോ മാസത്തിലും അവരുടെ 1-ാം തീയതി വരുന്ന ദിവസങ്ങളിലെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുകയും ശിവഭജനങ്ങൾ നടത്തുന്നതിലൂടെയും അവർക്ക് ഈ വർഷത്തെ ഈ ഫലം അനുകൂലമാകാനും അവരുടെ ദോഷങ്ങളെയൊക്കെ മാറ്റി ഗുണങ്ങൾ ഉണ്ടാകുന്നതിനും വളരെയധികം സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണ് ഈ പുതുവർഷം വന്നിരിക്കുന്നത്. അപ്പോൾ ആ കാർത്തിക നക്ഷത്രക്കാർക്ക് ആദ്യ പകുതിയിൽ അശ്വതി ഭരണി കാർത്തികക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും 2-ാം പകുതിയിൽ, അതായത് 2026 മെയ് തൊട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ സമയങ്ങളൊക്കെ അവർ വേണ്ടുന്ന പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല വിധമായ ഒരു ഐശ്വര്യത്തെ പുതുവർഷത്തെ സമ്മാനിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളായ കാർത്തിക 2, 3, 4 പാദങ്ങളും രോഹിണി, മകീരം 1, 2 പാദത്തിന്റെ ഫലമാണ് അടുത്ത് പറയുന്നത്. വ്യാഴൻ 2, 3 ഭാവങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുകയും ശനി 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുകയും രാഹു 10-ൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ഇവർ. അപ്പോൾ ഇവരുടെ ആദ്യ പകുതിയിൽ വ്യാഴം 2-ാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ധനപരമായ ഉയർച്ചകളും അഭിവൃദ്ധികളും പുരോഗതികളും ഒക്കെ ഉണ്ടാവാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് ആദ്യ പകുതി. അതായത് ഇടവക്കൂറിലെ കാർത്തിക 2, 3, 4 പാദവും രോഹിണി, മകീരം 1, 2 പാദത്തിൽപ്പെട്ട ഇടവക്കൂറുകാർക്ക് 2-ൽ വ്യാഴം സഞ്ചരിക്കുന്ന അനുകൂലമായ ഒരു വർഷം തന്നെയാണ് പുതുവർഷം. അപ്പം അതിൽ അവർക്ക് കർമ്മസ്ഥാനത്ത് രാഹു നിൽക്കുന്നുണ്ട് തൊഴിൽപരമായ ചില ബുദ്ധിമുട്ടുകളും തൊഴിൽ സ്ഥലത്ത് ചില അഭിമാനക്ഷതവും തൊഴിലിന് തടസ്സങ്ങൾ ഉണ്ടാവുകയും തൊഴിലിൽ നിന്ന് മാറ്റപ്പെടുകയും വേറെ ജോലിയിലേക്ക് പോകേണ്ടതായ സാഹചര്യമൊക്കെ അവർക്ക് വന്നുകൂടും. ശനി 11-ാം ഭാവത്തിൽ നിൽക്കുകയും യോഗകാരകനായ ശനി 11-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് എല്ലാവിധ അഭീഷ്ടങ്ങളും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ സാധിക്കുകയും ഭാഗ്യവും കർമ്മവും അവർക്ക് ഒത്തിണങ്ങി വന്ന് 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വളരെ സാമ്പത്തികപരമായും എല്ലാ രീതിയിലും മെച്ചങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം കൂടാണ് ഈ പുതുവർഷം. അവർക്ക് അനുകൂല സാഹചര്യങ്ങളായിട്ട് കാണുന്നത് അത് കഴിയുന്ന 2-ാം പകുതിയിൽ അവരൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ നക്ഷത്രക്കാർക്ക് 3-ലേക്ക് വ്യാഴം വരികയും അത് മുറവിളി കൂട്ടും. പലതരത്തിലുള്ള സ്ഥാനഭ്രംശങ്ങളും മാനഹാനി മറ്റ് ബുദ്ധിമുട്ടുകളും സൗഹൃദങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ അവരെ സ്വാധീനിക്കുന്നുണ്ട്. അതിന് വേണ്ടുന്നതായ പ്രതിവിധികളും പരിഹാരങ്ങളും ഒക്കെ അവരുടെ നക്ഷത്രവും ജാതകപരമായിട്ടും ഒക്കെ നോക്കി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തെയും അവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാൻ സാധിക്കും. ഇനി 12 മാസത്തെ ഫലങ്ങളെ ഒന്ന് എടുത്തു പറയാം. കാർത്തിക 2, 3, 4 പാദത്തിൻ്റെയും രോഹിണി, മകീരം 1, 2 പാദത്തിൻ്റെ
12 മാസത്തെ ഫലങ്ങളെയാണ് എടുത്തു പറയുന്നത്. 12 മാസത്തെ ഫലമാണ് പറയുന്നത്. നക്ഷത്രക്കാർക്ക് ജോലിയിൽ നല്ല പ്രകടനങ്ങൾ ഉണ്ടാവുകയും അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാവും, മാറ്റങ്ങളിൽ പുതുമയുണ്ടാവുകയും ആഭിമുഖ്യം, സഞ്ചാരപ്രിയത, ജനസമ്മതി, ആസൂത്രണമായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള മികവ് ഇവർക്ക് പ്രകടിപ്പിക്കാനും സാധിക്കും. ഊഹക്കച്ചവടങ്ങളിൽ എടുത്തുചാട്ടം മൂലം ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇവർക്ക്. അതുകൊണ്ട് സൂക്ഷിച്ച് ആ വിഷയങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്യണം. കന്നിമാസത്തിൽ ആദ്യ അനുരാഗവും തിടുക്കത്തിലുള്ള വിവാഹവും നടക്കാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്കുണ്ട്. ഇനി കുടുംബപരമായിട്ട് സമാധാനമായി ജീവിതം നയിക്കുന്നവർക്കിടയിൽ ചില കുടുംബപരമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരിക, അതിനെയൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാനും ഇവർ ജാഗരൂകരായിരിക്കണം. ചുറ്റുപാടുമുള്ള അനുരൂപമായ ഗ്രഹാന്തരീക്ഷം അനുഭവവേദ്യമാക്കി തീർക്കാൻ സാധിക്കും. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കും കന്നിമാസത്തിൽ. തുലാമാസത്തിൽ മനോക്ഷോഭകരമായിട്ടുള്ള, അതായത് മനസ്സിനെ ബാധിക്കുന്നതായ ചില ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. കീഴ്ജീവനക്കാര്, ജോലിയിൽ തന്നെ മേളിലും താഴെയും ജോലി ചെയ്യുന്നവരിൽ നിന്നുണ്ടാവുന്ന, സഹപ്രവർത്തകരിൽ നിന്നുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ അവർ നേരിടേണ്ടി വരും. അതുമൂലമുള്ള ചില അസ്വാസ്ഥ്യങ്ങൾ അവരെ ബാധിക്കും. പൊതുകാര്യങ്ങളിലൊക്കെ താല്പര്യം കാണിക്കും. ഗാർഹികമായ കാര്യങ്ങളിൽ അവർ കുടുംബജീവിതത്തിൽ മികവ് പുലർത്തുകയും ചെയ്യും. പ്രണയകാര്യങ്ങളിലൊക്കെ വിജയിക്കുകയും ചെയ്യുന്നവരാണ്. അവർക്ക് ഊഹാപോഹ പ്രവണതകളും ആഡംബര പ്രിയത്വവും എന്നിവയൊക്കെ ഉണ്ടാവും. മരണപ്പെട്ടവരുടെ വസ്തുവകകളും അതുപോലെ തന്നെ രേഖകളൊക്കെ ശരിയാവേണ്ടവർക്ക് രേഖകൾ ശരിയാവാനും, അവരുടെ പേരിലേക്ക് ഭൂമി വന്നു ചേരുന്നതിനും അതിനുള്ള ഇടപാടുകൾ നടത്തുന്നതിനും പറ്റിയ കാലഘട്ടമാണ്. പുതിയ ഭൂമി മേടിക്കാനും അവർക്ക് പറ്റിയ കാലഘട്ടമാണ്. ധനുമാസത്തിൽ മേലാധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പങ്കാളികളിൽ നിന്നും ഒക്കെ തന്നെ നേട്ടം വർദ്ധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവണം. വൃണാദി രോഗങ്ങളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഈ മാസത്തിൽ അവർക്കുണ്ടാവും. രക്തസംബന്ധമായ രോഗങ്ങളും ഇവയ്ക്കും സാധ്യതയുണ്ട്. അനാവശ്യമായ കലഹങ്ങൾ വരുന്നത് നിമിത്തമുള്ള ചില ഉപദ്രവങ്ങൾ ഇവരെ ബാധിക്കും. മകരമാസത്തിൽ മൃഷ്ടാന്ന ലാഭവും സമ്മാനദാനവും ദ്രവ്യലാഭവും സുഖശയനവും എന്നിവ ഇവർക്കുണ്ടാവും. ഏർപ്പെടുന്ന വിഷയങ്ങളിൽ നൈപുണ്യം വർദ്ധിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യും. ദ്രവ്യലാഭം ഉണ്ടാവും. കാര്യവിജയം, അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഫലപ്രാപ്തിയാക്കാൻ പറ്റിയ മാസമാണ് മകരമാസം. എല്ലാവിധ സൗഖ്യങ്ങളും ഉണ്ടാവും. കുംഭമാസത്തിൽ അഗ്നിഭയം, ശത്രുഭയം, കാര്യവിഘ്നം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ധനലാഭം അവർക്കുണ്ടാവും. ഉത്തരവാദിത്വമുള്ള നിയമങ്ങൾ, ഉത്കർഷാഭിലാഷമായിട്ടുള്ള പ്രവർത്തനങ്ങളും ധർമ്മനീതിയിലൂടെ ആദരണീയനായി നിൽക്കുകയും അവർക്ക് പലതരത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യും. ജീവിത വിജയം എന്നിവയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റിയ മാസമാണ് കുംഭമാസം. സഹപ്രവർത്തകരിൽ നിന്നും പങ്കാളിൽ നിന്നും നേട്ടമുണ്ടാവും. മീനമാസത്തിൽ ഉറച്ച വിശ്വസ്തരായ സുഹൃത്തുക്കള്, ബന്ധുക്കള് ഇവരോടൊക്കെ കൂടുതൽ സഹവാസം വരുത്താനും സാധിക്കും. മേടമാസത്തിൽ ഇവർക്ക് കീർത്തി, അംഗീകാരം തുടങ്ങിയ ബഹുമതികൾ ഉണ്ടാവുകയും സ്ഥാനലഭ്യത ഉണ്ടാവുകയും ഉത്കൃഷ്ടമായ അംഗീകാരങ്ങൾ ലഭിക്കുകയും ഇവർക്ക് ആഹ്ലാദവും രഹസ്യപരമായിട്ടുള്ള ചില പ്രണയബന്ധങ്ങൾക്ക് സാധ്യതയുമുള്ള മാസമാണ് മേടമാസത്തിൽ. ഇടവമാസത്തിൽ അവർക്ക് വിജയങ്ങൾ സിദ്ധിക്കുന്നതിനും സർക്കാർ കാര്യങ്ങളിൽ അനുകൂലമായ ഒരവസ്ഥ ഉണ്ടാവുകയും സ്വാദിഷ്ടമായ ഭോജനം ലഭിക്കാനും സാധ്യതയുണ്ട്. മിഥുനമാസത്തിൽ സാഹിത്യ ഉദ്യമങ്ങളിൽ നിന്ന് നേട്ടം, അച്ചടി, പത്രപ്രവർത്തനം, കമ്മീഷൻ ഏജൻസികൾ മുഖേനയൊക്കെ തന്നെ വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ്. വിജയപ്രദമായ ഒരു മാസമാണ് മിഥുനമാസം. കർക്കിടക മാസത്തിൽ പ്രധാന കാര്യങ്ങൾക്കായി ധാരാളം യാത്ര ചെയ്യേണ്ടതായിട്ട് വരുന്നവർക്ക് ധൈര്യം, ആത്മവിശ്വാസം, ഊർജ്ജസ്വലത എന്നിവയ്ക്ക് വളരെ അനുകൂലമായ മാസമാണ്. അടുത്ത ബന്ധുക്കള്, സഹപ്രവർത്തകര് കൂടിക്കാഴ്ചയും സംജാതമാകുന്ന മാസമാണ് കർക്കിടക മാസം വരെ. അപ്പൊ ഈ നക്ഷത്രത്തില് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 2, 3, 4 പാദവും രോഹിണി, മകീരത്തിന്റെ 1, 2 പാദങ്ങളിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് ആദ്യ പകുതി വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. രണ്ടാം പകുതി 2026 മെയ് തൊട്ടാണ് അവർ സൂക്ഷിക്കേണ്ടത്. അവർക്ക് വ്യാഴത്തിന്റെ പ്രതികൂലതയൊക്കെ വളരെ വളരെ സ്വാധീനിക്കും.
അവർക്ക് ഈ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും അവർ ചെയ്യുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ അവരെ നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള കാർത്തികയിലെ ആ നക്ഷത്രത്തിൻ്റെ ദശാനാഥനായ ആദിത്യ ഭഗവാന്, സൂര്യഭഗവാനുള്ള പൂജകളും അർച്ചനകളും ആദിത്യ പൂജകളൊക്കെ കഴിപ്പിക്കുകയും നവഗ്രഹ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും വളരെ ഉത്തമമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ ദശാനാഥനായിട്ടുള്ള ചന്ദ്രനാണ്. ആ ചന്ദ്രഭഗവാനെ അവർ പ്രാർത്ഥിക്കുകയും, അതായത് പൗർണമി ദിവസത്തിലെ ചന്ദ്രഭഗവാന് ഭഗവതി സേവ, പൗർണമി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതും അവരുടെ ആ നക്ഷത്രത്തിൻ്റെ ഈ കാലദോഷങ്ങളെയൊക്കെ പരിഹരിക്കാൻ അവർക്ക് സാധ്യമാകും. മകീര നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ദശാനാഥനായ ചൊവ്വ പ്രതിനിധീകരിക്കുന്ന ദശാനാഥൻ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുകയും സുബ്രഹ്മണ്യ ഭഗവാന് ഒറ്റ നാരങ്ങ തുടങ്ങിയ വേല് സമർപ്പണങ്ങളും പഞ്ചാമൃതം വഴിപാടുകളും ഒക്കെ കഴിപ്പിക്കാവുന്നതാണ്. ഇത്രയാണ് ഈ നക്ഷത്രത്തിൽ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു പുതുവർഷത്തെ ഫലങ്ങൾ. എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അവർക്കുണ്ടാവട്ടെ. അവര് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ നാളിനെ പറ്റി മനസ്സിലാക്കി അവർക്ക് ഈ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്യാൻ ഈശ്വരൻ അവരെ അനുഗ്രഹിക്കും. മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അടുത്തത് പറയുന്നത്. മകീരം 3, 4 പാദങ്ങളും തിരുവാതിരയും ഉണർതം 1, 2, 3 പാദങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം 1, 2 ഭാവം വഹിച്ച് നിൽക്കുകയും ശനി 10ാം ഭാവത്തിൽ കണ്ടകശനി നിൽക്കുന്ന കാലം കൂടാണ് ഇവർക്ക്. അവർക്ക് രാഹു 9ൽ സ്ഥിതി ചെയ്യുന്നു. കണ്ടകശനി അവരുടെ കർമ്മപരമായ പലതരത്തിലുള്ള തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവപ്പെടുന്നു. തൊഴിലിൽ സ്ഥാനചലനം, തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പ്രൊമോഷൻ പോലുള്ള രീതിയിലായാലും അവർക്ക് ഉയർച്ചയും കുറെ കൂടെ ഗുണകരമായിട്ടുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്. ഈ വർഷത്തെ ഫലം ചിന്തിക്കുമ്പോൾ ഈ 2 വർഷക്കാലം, അതായത് ഈ 2026 മെയ്യും 2027 മെയ് വരെയും ഇവർക്ക് അനുകൂലമായിട്ടുള്ള സാധ്യതകളുള്ള നക്ഷത്രമാണ് മകീരം 3, 4 പാദവും തിരുവാതിരയും ഉണർതം 1, 2, 3 പാദങ്ങളിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പുതുവർഷമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് സ്ഥാനചലനം, അതുപോലെ തന്നെ വ്യയാധിക്യം, ചെലവുകൾ വർദ്ധിക്കുക എന്നിവ സാധ്യതയാണ്. ധനസമ്പാദനത്തിന് അവസരം വന്നു ചേരും. ശത്രുഹാനിയും ധനാദികളിൽ അഭിരുചി ഉണ്ടാവുകയും മാനസികമായ വ്യഥകൾ ഇവർക്ക് സംഭവിക്കുന്ന കാലഘട്ടം കൂടാണ്. ലക്ഷ്യബോധമില്ലാതെ യാത്രകൾ ചെയ്യേണ്ടി വരിക, അങ്ങനെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് അവർക്ക് ചിലപ്പം ഭാഗ്യം പോലും നെറ്റിയിൽ തട്ടിയിട്ട് പോലും കിട്ടാതെ പോകുന്നൊരവസ്ഥ അവരിൽ സംജാതമാകും. അതുമാത്രമല്ല അവരുടെ കർമ്മഭാവത്തിലെ ശനി അവർക്ക് തൊഴിൽപരമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യയ്ക്ക് തടസ്സം അനുഭവപ്പെടുകയും വിദ്യയ്ക്ക് പഠിത്തം പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കുകയും പിന്നീട് വീണ്ടും അടുത്തതായിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയൊക്കെ അവർക്കുണ്ടാകാം. കർമ്മപരമായ പുരോഗതി അവർക്ക് നേട്ടങ്ങളും സാധിക്കുന്ന വർഷം തന്നെയാണ്. വ്യാഴം അനുകൂലപ്രദമായി നിൽക്കുന്നതുകൊണ്ട്, ലഗ്നത്തിലെ വ്യാഴം ആയതുകൊണ്ടും അവർക്ക് സാമ്പത്തികപരമായ ഉപവൃദ്ധി, അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം കൂടാണ്. കിരീടധാരണം, സ്ഥാന അംഗീകാരങ്ങൾ, പ്രശസ്തി, ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക്, അതായത് മകീരം 3, 4 പാദത്തിൽപ്പെട്ടതും തിരുവാതിര ഉണർത് 1, 2, 3 പാദത്തിൽപ്പെട്ട മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം വളരെയധികം അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് കാണുന്നത്. ചിങ്ങമാസത്തിൽ ഇവർക്ക് സ്ഥാനലാഭവും ശത്രുക്കളിൽ നിന്ന് ഉണ്ടാവുന്ന എതിർപ്പുകളെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുകയും ധനപുഷ്ടിയും ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവുകയും വാഗ്വിലാസം കൊണ്ടും ഇവരെ ശോഭിക്കപ്പെടുന്നതാണ്. ഐശ്വര്യവും സമ്പൽ സമൃദ്ധി ഇവർക്ക് വന്നു ചേരും. പിന്നെ ഇവരുടെ സഹവാസം, കൂട്ടുകെട്ട്, അതിലിവർ ശ്രദ്ധിക്കുകയും ഉദര രോഗങ്ങൾ ഉണ്ടാവുകയും ജ്വരം, രക്തസ്രാവം തുടങ്ങിയതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ അവരെ വേട്ടയാടുന്ന ഒരു മാസം കൂടാണ് ചിങ്ങമാസം. കന്നിമാസത്തിൽ ഇവർക്ക് സ്ത്രീ സുഖവും വിഘ്നവും ഭോഗ സുഖങ്ങളും സൽക്കർമ്മങ്ങൾക്ക് വിഘ്നങ്ങൾ, ചില കാര്യങ്ങൾ തുടങ്ങിയിട്ട് അത് വിഘ്നം സംഭവിക്കുകയും അതിന് മാനഹാനി സംഭവിക്കുക, ധനനഷ്ടങ്ങളൊക്കെ കന്നിമാസത്തിൽ ഇവർക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സന്താനങ്ങൾ നിമിത്തം ചില ദുഃഖങ്ങൾ ഉണ്ടാവുക, രോഗങ്ങൾ ഉണ്ടാവുക, ഭയങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഇവർക്ക് നേരിടേണ്ടി വരും. എന്നാൽ
ധനലാഭം ഉണ്ടാകും. ബന്ധുക്കൾക്കും കുടുംബത്തിനും ഐശ്വര്യവും വന്നു ചേരാനും പകുതിയോടുകൂടി അവർക്ക് കന്നിമാസത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും. തുലാമാസത്തിൽ ഇവർക്ക് ഉണ്ടാവുന്നത് ഭാര്യാസുഖം, വസ്ത്രസുഖങ്ങൾ, ധനലാഭങ്ങൾ എന്നിവ ഇവർക്ക് പ്രതീക്ഷിക്കാമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. വൃശ്ചിക മാസത്തിൽ ഭയം കൊണ്ടും ശത്രുക്കളോടുള്ള വിരഹം കൊണ്ടും ഇവർക്ക് പലതരത്തിലുള്ള കാര്യവിജയങ്ങൾ ഇവർക്ക് സൗഭാഗ്യമായിട്ട് വന്നു ചേരും. ഉന്നത സ്ഥാനലാഭവും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. ധനുമാസത്തിൽ വഴിയാത്രയും ധീനതയും ഉദരരോഗങ്ങളും സംഭവിക്കാം. പല വിധത്തിലുള്ള ദുഃഖങ്ങൾ വന്നു ചേരുക, വഴിയാത്ര സംബന്ധിച്ച് കാര്യങ്ങൾക്ക് വിഘാതം ഉണ്ടാവുക, കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്ന ചില അസ്വസ്ഥതകളും കലഹങ്ങളും വരാൻ സാധ്യതയുണ്ട്. നേത്രരോഗം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവിധ മകരമാസത്തിൽ ഇവർക്ക് ഉണ്ടാവുന്ന ഫലങ്ങൾ സ്ത്രീകളിൽ നിന്നും ചില ബുദ്ധിമുട്ടുകൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വരാം. പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്നും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു മാസമാണ്. അധികാരികളിൽ നിന്നും ഭയവും ഭാര്യ കലഹങ്ങളും നേത്രം ഉദരരോഗങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. രോഗനാശം, രോഗത്തിനൊരു ശമനം ഉണ്ടാക്കാൻ സാധിക്കും. ഗുണാനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാവും മകരമാസത്തിൽ. കുംഭമാസത്തിൽ അതുവഴിയുള്ള കുംഭമാസത്തിൽ ഇവർക്ക് അനുകൂലമായിട്ടിരിക്കുന്ന ആപത്തുകൾ, പലതരത്തിലുള്ള ആപത്തുകൾ, അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. മഹാരോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സദ്വൃത്തിക്ക് ഭംഗം, നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ ഭംഗപ്പെടുത്തുകയും ഒടുവ്, ചതവ് മുതലായ കാരണങ്ങളാൽ ദേഷ്യം വർദ്ധിക്കുകയും അതുപോലെ കാര്യങ്ങൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. രോഗങ്ങളും മാനഹാനിയും മനോവിഷമങ്ങളും തട്ടിച്ചേക്കാം. എങ്കിൽ തന്നെ അവർ കുറേയൊക്കെ അനുകൂലമായിട്ടുള്ള ഈശ്വരവചനം കൊണ്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം മുമ്പോട്ട് മീനമാസത്തിൽ ഇവർക്ക് സകല കാര്യങ്ങൾക്കും സാധിക്കുകയും എല്ലായിടവും ജയങ്ങളും അഭിവൃദ്ധികളും ഇവർക്ക് ഉണ്ടാകും. മേടമാസത്തിൽ ഭയം, ബന്ധനം, ശത്രുക്കൾ ഇങ്ങനെയുള്ളവരിൽ നിന്നുണ്ടാവുന്ന എതിർപ്പുകളൊക്കെ അവർക്ക് പരിഹരിക്കാൻ സാധിക്കും. സത്പ്രവർത്തികൾ ഉണ്ടാവും. ബന്ധുപ്രാപ്തിയും ധനപുഷ്ടിയും പ്രതീക്ഷിക്കാം. ഗ്രാമാധികാരികളിൽ സ്ഥാനലാഭവും ഒരു സ്ഥലത്ത് അംഗീകാരങ്ങളും ലഭിക്കാനുള്ള സാധ്യത ഇവർക്കുണ്ട്. മേടമാസത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഇടവ മാസത്തിൽ സ്ഥാനലാഭം, അധികാരികളിൽ നിന്ന് സ്ഥാനലാഭം ഉണ്ടാവും, സൗഖ്യങ്ങൾ ഉണ്ടാവുക എന്നീ ഗുണങ്ങളുണ്ടാവും. രോഗാതി ദുരിതങ്ങൾ ഇവരെ അലട്ടുമെങ്കിലും അതൊക്കെ മരുന്ന് കൊണ്ടും മന്ത്രം കൊണ്ടും അവർക്ക് മാറ്റം ഉണ്ടാവും. മിഥുനമാസത്തിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ധനഹാനി സംഭവിക്കാം. ബന്ധുക്കളോട് കലഹം ഉണ്ടാകാം. രാജദൂഷണകരങ്ങളായിട്ടുള്ള വാക്ക് നിമിത്തം ദ്രവ്യനാശങ്ങളും ഉണ്ടാകാം. സർക്കാർ സംബന്ധമായിട്ടുള്ള ചില വാക്കുകൾ, സംസാരങ്ങൾ, ഇതൊക്കെ അവർ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ആ വാക്കിൽ നിന്ന് അവർക്ക് ബുദ്ധിമുട്ട് വരുന്ന മാസമാണ് മിഥുനമാസം. കർക്കിടക മാസത്തിൽ ധനനാശവും നേത്രരോഗവും അന്യന്മാരിൽ നിന്നും വഞ്ചന, പല വിധത്തിലുള്ള ചില ദുർവ്യയങ്ങളും, ചൂട്, ശാരീരികമായിട്ട് താപം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയും, രക്തകോപം കൊണ്ടുള്ള അസുഖങ്ങളും, ബന്ധുക്കളോടും വേണ്ടപ്പെട്ടവരോടും കുടുംബത്തിലുമൊക്കെ തന്നെ ചില അഭിപ്രായ ഭിന്നതകൾക്കും സാധ്യതയുള്ള കാലഘട്ടമാണ് ഇവരിൽ സംജാതമായിട്ടുള്ളത്. മാത്രമല്ല, ഇതിനെ കുറഞ്ഞ് പൊതുവെ നോക്കുന്ന അവസരത്തിൽ വ്യാഴം അനുകൂല ഭാവത്ത് നിൽക്കുന്നതായതുകൊണ്ട് അവർക്ക് ധനപരമായ ഐശ്വര്യങ്ങളും പ്രവർത്തികളും ഉണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ അവർക്ക് കുറെ കൂടെ മികവ് വരുത്താൻ സാധിക്കും. പുറകോട്ട് നിന്ന വിദ്യാർത്ഥികളൊക്കെ ഈ വർഷം വരുന്ന പുതുവർഷ കാലയളവിൽ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും പഠന നിലവാരങ്ങൾ ഉയർത്തും. തൊഴിൽ സംബന്ധമായ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് തൊഴിൽപരമായ ഉയർച്ചയും അവർക്ക് പ്രൊമോഷന്, അംഗീകാരങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ട്. മാത്രമല്ല, ബിസിനസ്, കച്ചവട സ്ഥാപനങ്ങൾ, ആ രംഗക്കാർക്കും ഈ ഗുണകരമായിട്ടുള്ളൊരു വർഷമാണ് പ്രതീക്ഷിക്കാവുന്നത്. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ്. മകീര നക്ഷത്രത്തിന് ചൊവ്വ ദശാനാഥനാണ്ട് ഭദ്രകാളി ഭജനം ചെയ്യുകയും ഭദ്രകാളിക്ക് ഇഷ്ടസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ഭഗവതിക്ക് ഗുരുതി വഴിപാടുകൾ അർപ്പിക്കുന്നതുമൊക്കെ ഇവരുടെ ഈ ദോഷത്തിന് കാഠിന്യം കുറയ്ക്കും. മകീരം
3, 4 പാദക്കാർക്ക്. തിരുവാതിര നക്ഷത്രക്കാർക്ക് രാഹു ദശാനാഥനായതുകൊണ്ട് അവർ രാഹുവിനെ പ്രീതിപ്പെടുത്തി നാരങ്ങാവിളക്ക് കത്തിക്കുകയും രാഹുവിന് നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹു പൂജ കഴിപ്പിക്കുന്നതൊക്കെ ഇവരുടെ ഈ നാളിന്റെ ഈ ദോഷഫലങ്ങളെയൊക്കെ കുറയ്ക്കാൻ സാധിക്കും. പുണർതം നക്ഷത്രത്തിന്റെ 1, 2, 3 പാദങ്ങളായിട്ടുള്ള മിഥുനക്കൂറിൽപ്പെട്ട പുണർതം നക്ഷത്രത്തിന് ഇവരുടെ ദശാനാഥനായ മഹാവിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തിയ വ്യാഴം പ്രസാദിക്കുന്നതിനായിക്കൊണ്ട് മഞ്ഞ പട്ട് സമർപ്പിക്കുന്നതും ഭഗവാന് കദളിപ്പഴ നിവേദ്യം തുടങ്ങിയ വഴിപാടുകളും മഹാസുദർശന മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലികളൊക്കെ ചെയ്യുന്നതും ഇവരുടെ ഈ ഒരു വർഷത്തെ ഗുണഫലങ്ങൾ ഇവർക്ക് അനുഭവിക്കാനായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന വഴിപാടുകളാണ് ഇതൊക്കെ. അപ്പോൾ അതനുഷ്ഠിക്കുന്നതിലൂടെ ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷക്കാലം അനുകൂലമായൊരു സാഹചര്യം പ്രതീക്ഷിക്കുന്നു. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാനായി ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. പുണർതം നക്ഷത്രം, അതായത് കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രമായ പുണർതം 4-ാം പാദവും പൂയവും ആയില്യവും നക്ഷത്രവുമാണ് കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കർക്കിടകക്കൂറുകാർക്ക് ഈ പുതുവർഷം വ്യാഴം 12ഉം 1 ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുകയും ശനി 9-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുകയും രാഹു 8ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കാലഘട്ടമാകിയാൽ ഉദാര മനസ്കതയിലൂടെയും വർവവിധമായിട്ടുള്ള സൗഭാഗ്യങ്ങളും സാമൂഹിക വിജയങ്ങളും ഉണ്ടാവുകയും ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും ശാസ്ത്രീയമായ അഭിരുചിയും വിമർശനാത്മകമായിട്ടുള്ള മനസ്സ് ഇവർക്കുണ്ടാകുകയും ദൂരദേശ വിദേശ യാത്ര കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നൊരു കാലഘട്ടമാണ്. പ്രവർത്തിക്ക് അംഗീകാരം ലഭിക്കാത്ത ഒരവസ്ഥയും മറ്റ് പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടേണ്ട ഒരു ഘട്ടമാണ് പുതുവർഷത്തിൽ ആദ്യത്തെ കാലഘട്ടം. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം 4-ാം പാദവും പൂയവും ആയില്യവും നക്ഷത്രക്കാർക്ക് 12-ൽ വ്യാഴം സ്ഥിതി ചെയ്യുകയും അതിനുശേഷമുള്ള 26 മെയ് തൊട്ട് 27 വരെയുള്ള കാലഘട്ടമാണ് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ 12-ലെ വ്യാഴത്തെ കൊണ്ട് വെറുപ്പ്, വിദ്വേഷം, വേണ്ട ചിലവുകളും ആവശ്യമില്ലാത്ത ചെലവുകൾ വർദ്ധിക്കുകയും ദുർവ്യയങ്ങൾ ഉണ്ടാവുകയും ദ്വാദശി ദാരികാവധമെന്ന് ദാരികൻ പോലും വധിക്കപ്പെട്ട സമയമാണ് 12-ൽ വ്യാഴം സഞ്ചരിക്കുന്നത്. അത് ഏറ്റവും സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു നക്ഷത്രങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ആ കർക്കിടകക്കൂറുകാര് ശ്രദ്ധിച്ച് ഭഗവാന് സാക്ഷാൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുകയും അവരുടെ 9-ാം ഭാവത്തിലെ ശനിയെ കൊണ്ട് ഭാഗ്യഹാനി, അവർക്ക് വരേണ്ടതായിട്ടുള്ള ഭാഗ്യങ്ങളൊക്കെ തട്ടിപ്പോകുന്നു, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നു. 8ാമത്തിലെ രാഹുവിനെ കൊണ്ടുള്ള അനിഷ്ടങ്ങൾ, തടസ്സങ്ങൾ, സർവപ്രണാശോ വിപതോ അപവാദം, ഒരു കാര്യമില്ലാതെ വിപത്തുക്കളും അപവാദങ്ങളും ഉണ്ടാവുക, ഏതു പ്രദേശവും മരണസ്യദാസ, കാരണമില്ലാതെ പല ആപത്തുകളും സംഭവിക്കുന്ന ഒരു വർഷം കൂടാണിത്. അപ്പോൾ ആ കർക്കിടകക്കൂറിൽപ്പെട്ട ആദ്യ പകുതിയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. 2025 മെയ് തൊട്ട് 2026 മെയ് വരെ ഈ നക്ഷത്രക്കാര്, കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാര് സൂക്ഷിക്കണം. അതിനുശേഷമുള്ള കാലഘട്ടം അവർക്ക് പുതുവർഷത്തിൽ തന്നെ നല്ല പ്രതീക്ഷയ്ക്ക് വകയുള്ള ജന്മത്തിലേക്ക് വ്യാഴം വരികയും കിരീടധാരണം, അതുപോലെ സൗഭാഗ്യങ്ങൾ അവർക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങളൊക്കെ വന്നു ചേരും. അപ്പോൾ അതിൽ അവർ ഏറ്റവും ശ്രദ്ധാലുക്കളായിട്ട് തന്നെ മുമ്പോട്ട് പോകണം. കാരണം വ്യാഴം അനിഷ്ടസ്ഥിതിയായിരിക്കുന്ന നല്ലൊരു വ്യാഴം മറയുന്ന കാലം ഇല്ലായ്മയും വല്ലാത്തതും ഒക്കെ സംഭവിക്കാൻ വളരെ സാധ്യതയുള്ള ആയതുകൊണ്ട് അവർ ഈശ്വരഭജനമായിട്ട് തന്നെ മുമ്പോട്ട് പോകണം. അതിൽ ഓരോ മാസത്തിൻ്റെ ഒന്ന് നോക്കാം. ചിങ്ങമാസത്തിൽ ഇവർക്ക് ധനപരമായ നഷ്ടങ്ങളും നേത്രരോഗങ്ങളും അന്യരിൽ നിന്ന് ചില വഞ്ചനകളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. സ്വർണം മുതലായ ധാതു ദ്രവ്യങ്ങളുടെ ലാഭം ഇവർക്കുണ്ടാവും. സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹം ഇവർക്ക് വന്നു ചേരും. ശത്രുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കപ്പെടും. സ്വബന്ധുക്കളോട് കലഹവും അഭിപ്രായ ഭിന്നതകളൊക്കെ വരും. ദ്രവ്യങ്ങളൊക്കെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അടുത്തതായിട്ട് വരുന്ന പിന്നീട് ഇവര് കന്നിമാസത്തില് സ്ഥാനലാഭവും ശത്രുക്കളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ധനപുഷ്ടിയും ആരോഗ്യവും ഇവർക്ക് ഉണ്ടാകും. ദുർജനങ്ങളോടുള്ള ചേർച്ചയും അവരോട് സഹകരിക്കാൻ, ചില ആൾക്കാരോട് സഹകരിക്കാൻ മാനസികമായിട്ട് അനുവദിക്കാതെയും ജ്വരവും രക്തസ്രാവവും സംഭവിക്കാൻ ഇവർക്ക് സാധ്യതയുണ്ട്.
ശത്രുക്കളിൽ നിന്ന് ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാജകോപം സൂചിപ്പിക്കുന്നു. സർക്കാരിൽ നിന്ന് കോപം ഉണ്ടാവാൻ, അനിഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് ബാങ്കിങ്, സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നാകാം. ആ കാലഘട്ടങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണം. തുലാമാസത്തിൽ സ്ത്രീ സുഖവും നല്ല മംഗല്യ അധികാര്യങ്ങളും ഗുണഫലങ്ങളും ഒക്കെ അനുഭവിക്കുകയും രോഗാദി ദുഃഖങ്ങളിൽപ്പെട്ട് വലയുന്നവർക്ക് ആ രോഗത്തിനൊക്കെ ഒരു ശമനം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ബഹുമാനങ്ങൾ സിദ്ധിക്കുകയും വസ്ത്രലാഭങ്ങളും സ്വർണലാഭങ്ങളും ഒക്കെ ഇവർക്ക് വന്നു ചേരും. വൃശ്ചിക മാസത്തിൽ പലതരത്തിലുള്ള രോഗപീഠകൾ കൊണ്ട് അനുഭവിക്കുന്നവർക്ക് രോഗത്തിൽ നിന്ന് മുക്തി ഉണ്ടാവാനും സന്താനങ്ങൾ നിമിത്തം ചില അഭിപ്രായ വ്യത്യാസങ്ങളും കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ പരിഹരിക്കാൻ സാധിക്കും. മാത്രമല്ല ധനുമാസത്തിലെ രോഗത്തിനെല്ലാം ശമനം ഉണ്ടാവുകയും ദുഃഖങ്ങളിൽ നിന്നൊരു ശാന്തി ലഭിക്കുകയും ചെമ്പ്, സ്വർണം ഇവയുടെയൊക്കെ ലാഭം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അടുത്തതായിട്ട് വരുന്നവർക്ക് ധനുമാസ കാലയളവിൽ എല്ലാവിധ ഗുണങ്ങളും അനുഭവപ്പെടുന്നൊരു മാസമാണ്. വ്യാഴത്തിൻ്റെതായിട്ടുള്ള അനുഗ്രഹം ഇവരിൽ എപ്പോഴും സംജാതമായിട്ട് നിൽക്കും. അനിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നീട് അത് പരിഹരിക്കപ്പെട്ട് ഇവർക്ക് ഗുണകരമായിട്ട് വരും. മകരമാസത്തിൽ യാത്രകൾ ചെയ്യേണ്ടി വരിക, ഉദരസംബന്ധമായ ചില അസുഖങ്ങൾ സംഭവിക്കുക, കാര്യങ്ങൾക്കൊക്കെ വിജയം നേടാനും സാധിക്കും. സൗഭാഗ്യം വന്നു ചേരും. അങ്ങനെയുള്ള ഗുണങ്ങൾ മകരമാസത്തിൽ ഇവരെ തേടിയെത്തും. കുംഭമാസത്തിൽ വെറുപ്പ്, വിദ്വേഷം, അതായത് ഭയങ്ങൾ ഉണ്ടാവുക, ഭാര്യ കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്ന ചില അസ്വസ്ഥതകളൊക്കെ സൂക്ഷിക്കണം. ഉദര നേത്ര വ്യാധികളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നും അവർ മുക്തരാകണമെന്നാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല പിന്നീട് വരുന്നതായിട്ടുള്ള ഇവർക്ക് അനുകൂലമായിട്ടുള്ള മീനമാസത്തിൽ ആദ്യത്തെ മീനത്തിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് 4-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതിയും ആദ്യ പകുതിയിൽ കിട്ടും. അതിന് അനുകൂലമായിട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും. ധാർമ്മികമായ കാര്യങ്ങൾക്ക് സാധിക്കുകയും സൗഖ്യം ഉണ്ടാവുകയും ചെയ്യും. മേടമാസത്തിലെ ധനനാശങ്ങളും പലവിധ രോഗങ്ങളും കാര്യങ്ങളിലൊക്കെ ചില പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇടവമാസത്തിൽ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സകല കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ളൊരു മാസമാണ് ഇടവമാസം. അവർക്ക് വളരെയധികം പുഷ്ടി അതിൽ നിന്നുണ്ടാവും. മത്സരങ്ങളിൽ വിജയിക്കാനും അതുപോലെ ദൂരദേശ യാത്രകൾ ആവശ്യമായിട്ടുള്ളവർക്ക് ദൂരദേശത്തേക്ക് പോകാനും സാധിക്കും. അങ്ങനെയുള്ള അനുകൂല ഫലങ്ങൾ അവരെ തേടിയിരിപ്പുണ്ട്. മിഥുനമാസത്തിൽ സ്ഥാനലാഭവും ഐശ്വര്യവും സൽപ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുകയും സുഗന്ധ വസ്തുക്കൾ, നല്ല ശയന സാമഗ്രികൾ, കുടുംബജീവിതം സമ്പുഷ്ടമാകാൻ പറ്റിയ മാസമാണ് മിഥുനമാസം. വിശേഷ വസ്ത്രങ്ങളെ കൊണ്ടുള്ള ലാഭങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാം. കർക്കിടക മാസത്തിൽ രോഗാദി ദുരിതങ്ങളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകളും യാത്രാ ക്ലേശങ്ങളും ഗ്രാമാധികാരികള് ഗ്രാമത്തില് സഭയില് സദസ്സില് ഒക്കെ തന്നെ സ്ഥാന ലാഭങ്ങൾ ഉണ്ടാവാനും ഇവർക്ക് സാധ്യതയുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിയും രാജപ്രീതിയും ആഗ്രഹ സാഫല്യവും കർക്കിടക മാസത്തോടുകൂടി ഇവരിൽ വന്നു ചേരും. ആദ്യ പകുതിയാണ് ഇവർക്ക് ഏറ്റവും ദോഷമായിട്ട് കണ്ടിരിക്കുന്നത്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം, 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്രമായ കർക്കിടകക്കൂറുകാർക്ക് ആദ്യ പകുതി വളരെയധികം ബുദ്ധിമുട്ടുകളും പിന്നീട് 2-ാം പകുതി ഇവർക്ക് ഗുണകരമായിട്ടും വന്നു ചേരും. പിന്നീട് ഒരു 2 വർഷക്കാലത്തേക്ക് തന്നെ ഇവർ അനുകൂലമായിട്ടുള്ള ഫലങ്ങളെല്ലാം അനുഭവിക്കും. അപ്പം ഇതില് പുണർദം നക്ഷത്രം 4-ാം പാദം ദശാനാഥനായ മഹാവിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും വിഷ്ണു ഭജനം ചെയ്യുകയും ഭഗവാന് മഞ്ഞപ്പട്ട് അതുപോലെ തന്നെ തുളസിമാല, വിഷ്ണു പൂജ അവർക്ക് വഴിപാടായി കഴിപ്പിക്കുന്നതും അവരുടെ ദോഷശമനത്തെ കുറയ്ക്കുന്നതാണ്. പൂയം നക്ഷത്രക്കാരുടെ ദശാനാഥൻ ശനിയാണ്. ശനി അവർക്ക് 9-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും ശനിയുടെ പ്രീതികരമായിട്ടുള്ള ശനീശ്വര ഹോമങ്ങളൊക്കെ കഴിപ്പിക്കുക, ശാസ്താവിന് 12 നാളികേരം കൊണ്ടുള്ള നീരാഞ്ജനങ്ങളൊക്കെ കഴിപ്പിക്കുക, എള്ളുപായസം വഴിപാടായിട്ട് നടത്താവുന്നതാണ്. ആയില്യം നക്ഷത്രക്കാരുടെ ദശാനാഥൻ ബുധനാണ്. ആ ബുധനെ കൊണ്ട് അവതാര വിഷ്ണു, അതായത് ശ്രീരാമ വിദ്യ അവതാര വിഷ്ണു ക്ഷേത്രവും അപ്പം അങ്ങനെയുള്ള അവതാരമൂർത്തികളായിട്ടുള്ള വൈഭവങ്ങൾ കാണിക്കുന്നതായിട്ടുള്ള ശ്രീകൃഷ്ണ ഭാവത്തിലുള്ള വെണ്ണ ഭഗവാന് കൈവെണ്ണ സമർപ്പിക്കുന്നതൊക്കെ ആയില്യം നക്ഷത്രത്തിന്റെ ദോഷത്തിന്റെ ഈ ചില മാസങ്ങളിൽ പറഞ്ഞതിനും ഒക്കെയുള്ള പരിഹാരമായിട്ട് ശ്രീകൃഷ്ണ ഭജനവും ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന കലിയുഗ സംഭവത്തിലെ
അപ്പോൾ ആ 16 അക്ഷരങ്ങൾ ചേർന്ന മന്ത്രങ്ങളൊക്കെ നിത്യവും ജപിക്കുന്നതിലൂടെ ഇവരുടെ ദോഷങ്ങളെല്ലാം മാറി ഇവരുടെ ആദ്യ പകുതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് ഇവർക്ക് ഈ പുതുവർഷം അനുകൂലമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാവുമെന്ന് സൂചിപ്പിക്കും. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം 1-ാം ഭാവത്തിൽപ്പെട്ട നക്ഷത്രത്തെയാണ് അടുത്തതായി നമ്മൾ ഫലം പറയുന്നത്. വ്യാഴം 11ഉം 12ഉം ഭാവങ്ങളിലായിട്ട് ഇവർക്ക് സ്ഥിതി ചെയ്യും. ശനി 8-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും. രാഹു 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതിലവർ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇവർക്ക് പരോക്ഷമായിട്ടുള്ള സൗഹൃദങ്ങളിലും സാമൂഹിക സാമ്പത്തിക പുരോഗതി കൈവരികയും പൈതൃക സ്വത്ത് ലഭിക്കുന്നതിനും വിവാഹത്തിലൂടെയും പങ്കാളിത്തത്തിലൂടെയും സാമ്പത്തികമായിട്ടുള്ള ചില അഭിവൃദ്ധികളൊക്കെ വരേണ്ട കാലഘട്ടമാണ്. വർദ്ധിച്ചുള്ള ഈ ചെലവുകൾ ഉണ്ടാവുക അതവരുടെ ഒരു ഫലവിശേഷമാണ്. അഷ്ടമത്തിലെ ശനി എന്ന് പറഞ്ഞാൽ അവർക്ക് അഷ്ടമശനിയാണ്. ഈ ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്ര 1-ാം പാദം നക്ഷത്രങ്ങൾക്ക് അഷ്ടമശനി കഷ്ടതകൾ ചെയ്യുമെന്നാണ്. പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ, ബന്ധനം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് ഒരു കാര്യമില്ലാതെ വിപത്തുക്കളും മറ്റ് അപവാദങ്ങളും അങ്ങനെയുള്ളതൊക്കെ അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരു വർഷമാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. ആദ്യ പകുതി ഇവരെ സംബന്ധിച്ചിടത്തോളം 11-ൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് അനുകൂലമായിട്ട് വരികയും 2025 മെയ് തൊട്ട് 2026 മെയ് വരെ അനുകൂലവും അതിന് ശേഷം വരുന്ന കാലഘട്ടങ്ങളാണ് ഇവർക്ക് ആ 2-ാം പകുതിയിൽ ഇവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. 12ലേക്ക് വ്യാഴം വരും. അപ്പോൾ ഇവരുടെ സാമ്പത്തികപരമായ നഷ്ടങ്ങളും ചില ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനവധി ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആദ്യ പകുതിയിലുള്ള നല്ല സമയത്ത് ഈശ്വര ഭജനമായിട്ട് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ 2-ാം പകുതിയെ ഇവർക്ക് അതിജീവിക്കാൻ പറ്റണം. അതാണ് ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ഉണ്ടാവുന്ന ആ പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെ അതിൽ നിന്ന് തരണം ചെയ്യാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതിനു വേണ്ടിയുള്ള കരുതലുകളാണ് ഈ നക്ഷത്രക്കാര് മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽപ്പെട്ടവര് ചെയ്യേണ്ടത്. പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പുരോഗതിയിൽ വിഘ്നങ്ങൾ വരിക, അഭിവൃദ്ധിയിൽ വിഘ്നങ്ങൾ ഉണ്ടാവുന്നു. കലഹം, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, കാര്യവിനാശങ്ങൾ എന്നിവയൊക്കെ സംഭവിക്കും. പെട്ടെന്ന് ദേഷ്യം സംഭവിക്കുക, ഇവർക്ക് അഭിപ്രായ വ്യത്യാസം, തർക്കം, അപമാനം, രോഗാദി ദുരിതങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും. ധനം വർദ്ധിക്കും. കന്നിമാസത്തിൽ ധനാഗമം കുറയും. വരവുകളൊക്കെ ഒന്ന് കുറയുക, ചെലവ് വർദ്ധിക്കുക. ശിരസിനും കണ്ണിനും രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. കാര്യജയം ഉണ്ടാകും. ഉന്നത വ്യക്തികളാൽ സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ കന്നിമാസം ഇവർക്ക് അനുകൂലമാണ്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവും. ധനലാഭം സിദ്ധിക്കും. സ്വാദിഷ്ടമായ ഭോജനങ്ങൾ ഉണ്ടാവും. സുഖനിദ്ര ഇവർക്ക് സാധ്യമായിട്ട് വരും. കാര്യങ്ങളിലെല്ലാം വിജയവും ഉണ്ടാവും. ഉന്നത വ്യക്തികളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവർ. മാത്രമല്ല പിന്നീട് വരുന്നതായിട്ടുള്ള തുലാമാസത്തിലാണ് ഇവർക്ക് വരുമാനം വർദ്ധിക്കും. ആരോഗ്യം വീണ്ടെടുക്കും. പരസ്പര ചേർച്ചയില്ലായ്മയും പരിഹാസമായിട്ടുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളുമൊക്കെ അവര് പരിഹരിക്കപ്പെടും. കാലതാമസം കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ കുറെ കൂടൊക്കെ ഫാസ്റ്റായിട്ട് നടത്തിയെടുക്കും. ആരോഗ്യം ക്ഷയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബജീവിതത്തിൽ സന്തോഷം കുറയാതെ നോക്കണം എന്നീ ഫലങ്ങൾ ഇവർക്ക് കാണുന്നുണ്ട്. ധനുമാസത്തിലെ ആരോഗ്യം തൃപ്തികരമായിട്ട് വരികയും ഉത്കണ്ഠ, ഭയം, സാഹസ പ്രവർത്തികൾ ഇവയൊക്കെ കാണിക്കും. മകരമാസത്തിൽ ധനാഗമം ഉണ്ടാവും. കാര്യവിജയങ്ങൾ ഉണ്ടാവും എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കുംഭമാസത്തിലെ രോഗസ്ഥിതനാകുക, രോഗത്തിൽ നിന്ന് ഒരു രോഗം തുടങ്ങുക, അതിനെ മരുന്ന് മന്ത്രങ്ങളെ കൊണ്ടൊക്കെ അതിജീവിക്കേണ്ടതായിട്ടുള്ള ഒരു മാസമാണത്. സാമ്പത്തിക ക്ലേശങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ക്ഷീണം അനുഭവപ്പെടാം. സ്വർണലാഭവും വിജയവും പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തോഷവും ഉണ്ടാകാനുള്ള സമയം അനുകൂലമാണ്. മീനമാസത്തിൽ മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാവുക, ഉദരരോഗം സംഭവിക്കുക, വാക്ക് തർക്കങ്ങൾ, അപകടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ സാധ്യതയായിട്ടുണ്ട്. കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതയും നേത്രരോഗങ്ങളും ഇവയൊക്കെ കരുതണം. ക്ഷീണിതനാകുക, ബന്ധുമിത്രാദികളിൽ നിന്ന് പിരിയുവാനുള്ള സാധ്യത, വേണ്ടപ്പെട്ടവരുടെ വിയോഗം സംഭവിക്കാവുന്നതാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മേടമാസത്തില് ഉദരരോഗം ശ്രദ്ധിക്കണം. യാത്രാ ക്ലേശങ്ങൾ ഉണ്ടാവാം. ശാരീരിക ആഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിജയത്തില് ആഹ്ലാദം കൈവരിക്കാനും സാധ്യതയുണ്ട്.
സാധുക്കൾക്ക് ദാനകർമ്മങ്ങൾ ചെയ്യാനും അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നു ചേരും. ഇടവ മാസത്തിൽ അധികാരികളുമായിട്ട് വാക്കുതർക്കത്തിന് സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും, ധനപരമായ വർധനകളും ഉണ്ടാവും. മിഥുനമാസത്തിൽ വൻ വിജയവും ഉന്നത വ്യക്തികളുമായി സമ്പർക്കം പെടുത്തുന്നതിനും കുടുംബത്തിൽ സൗഭാഗ്യം, ധനാഗമം എന്നിവയൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട്. പ്രവർത്തന മേഖലയിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ അതിജീവിക്കാൻ സാധിക്കും. കർക്കിടക മാസത്തിൽ ധനാഗമവും എല്ലാ കാര്യങ്ങളിലും വിജയവും മാനസിക ഉല്ലാസം കിട്ടുകയും, അതായത് കുടുംബത്തിൽ സൗഭാഗ്യവും എല്ലാവിധ അനുകൂല ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. സഫലമായി തീരും. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ ഇവര് അതിജീവിക്കുന്ന നക്ഷത്രക്കാരാണ്. മകം, പൂരം, ഉത്രം ഒന്നാം പാദമായ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആദ്യ പകുതി 11-ലെ വ്യാഴത്തെ കൊണ്ടുള്ള ഗുണങ്ങളെല്ലാം അവർക്ക് ലഭിക്കും. രണ്ടാം പകുതിയിലാണ് അവർ ശ്രദ്ധിച്ച് വളരെയധികം പ്രാർത്ഥനയും ഈശ്വരഭജനുമായിട്ട് ദോഷങ്ങളെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം. 7-ലെ രാഹുവിനെ കൊണ്ട് അസ്തേ ഗമനം വിരോധം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യാത്രയ്ക്ക് വിദേശമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർക്ക് തടസ്സങ്ങൾ വരിക, പല കാര്യങ്ങൾക്കും മുടക്കം. ഇനി വിദേശത്ത് പോയവർക്ക് തിരിച്ചു വരാൻ പറ്റാതെ അവരൊരു ബന്ധനത്തിൽപ്പെട്ട് കിടക്കുന്ന അവസ്ഥയും അവർക്ക് സംജാതമായിട്ട് വരും. അവരെല്ലാം അതിനെ അതിജീവിക്കുകയാണ് വേണ്ടത്. ഇതെല്ലാം മനസ്സിലാക്കുവാണ് വേണ്ടത്. മാത്രമല്ല, ഇവരുടെ ഈ ദശാനാഥനായിട്ടുള്ള മകം നക്ഷത്രത്തിൻ്റെ കേതുവാണ് ദശാനാഥൻ. അത് ആ കേതു ജന്മരാശിയിൽ തന്നെ ഇപ്പം നിൽക്കുന്നുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുകളും അസ്വാസ്ഥ്യങ്ങളും ഒക്കെ വരും. ചില കാര്യങ്ങളിലൊക്കെ പരാജയങ്ങൾ സംഭവിക്കുക, അത് നമുക്ക് വേണ്ടുന്ന പോലെ അനുകൂലമാക്കിയെടുക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥ വരും. അതിനെയെല്ലാം ഗണപതി ഭജനത്തിലൂടെ അവര് നാളികേരം ഉടയ്ക്കുക. ഭഗവാൻ വിഘ്നേശ്വരൻ 21 നാളികേരം, 108 നാളികേരം ഇതൊക്കെ ഉടയ്ക്കുന്നതും അവർക്ക് അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകും. മാത്രമല്ല, പിന്നീട് വരുന്നത് ഈ പൂരം നക്ഷത്രം. അവരുടെ ദശാനാഥൻ ശുക്രനാണ്. ആ ശുക്ര ഭഗവാന് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശുക്രനെ കൊണ്ട് അന്നപൂർണേശ്വരി, ലക്ഷ്മി, യക്ഷി ഈ ദേവതമാരെയൊക്കെ പ്രസാദിപ്പിക്കണം. അവർക്കുള്ള വഴിപാടുകളൊക്കെ ചെയ്യണം. ശുക്രന് നവഗ്രഹങ്ങളിൽ ശുക്രന് വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചനകൾ നടത്തുക, വെള്ളപ്പട്ട് സമർപ്പിക്കുന്ന, ചിത്രവർണ്ണപ്പട്ട് സമർപ്പിക്കുന്ന ഇവരുടെ ദോഷശാന്തിയാണ്. ഉത്തര നക്ഷത്രക്കാര് ആദിത്യ ദശയിലാണ് ഇവരുടെ ദശാനാഥനായിട്ട് വരുന്നത്. അതുകൊണ്ട് സാക്ഷാൽ പരമശിവന് അഘോരഭാവത്തിലുള്ള, അതായത് അഘോരഭാവത്തിലിരിക്കുന്ന മഹാദേവനെ തൊഴി അഘോര മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലികളൊക്കെ ചെയ്യുന്നു. ഈ നക്ഷത്രം, ഉത്തര നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ദോഷങ്ങളെല്ലാം പരിഹരിക്കാൻ അനുകൂലമായിട്ട് വരും. ആദ്യ പകുതിയിൽ ഇവർക്ക് അനുകൂലവും രണ്ടാം പകുതിയിൽ ഇവർ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവട്ടെ. നല്ലൊരു പുതുവർഷം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു. കന്നിക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രം 2, 3, 4 പാദങ്ങളും അത്തം, ചിത്തിര 1, 2 പാദങ്ങളിലും ഉള്ള നക്ഷത്രക്കാർക്ക് വ്യാഴം 10, 11 ഭാവങ്ങളിലായിട്ടും ശനി 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ഇവർക്ക് കണ്ടകശനി ബാധിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. അത് 7-ലെ ശനി പലതരത്തിലുള്ള വൈവാഹിക തടസ്സങ്ങൾ, വിവാഹ സംബന്ധമായിട്ടുള്ള താമസങ്ങൾ നേരിടുക, കുടുംബജീവിതത്തിൽ ദാമ്പത്യപരമായിട്ട് വിവാഹം കഴിച്ചവർക്ക് ഡിവോഴ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് സാധ്യതയേറി നിൽക്കുന്ന കാലഘട്ടം. വിരഹ ദുഃഖം അനുഭവിക്കാം. ഇനി രണ്ടുപേരും 2 സ്ഥലത്തായാലും ഈ പ്രശ്നം അങ്ങനെ അങ്ങ് പരിഹരിച്ചു കൊടുക്കും. അപ്പം അതിലവര് ശ്രദ്ധാലുക്കളായിട്ടിരിക്കുക. മാത്രമല്ല, ഈ കാലഘട്ടം 6-ൽ രാഹുവും കൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ജീവിത വിജയവും ഉയർന്നതായിട്ടുള്ള സ്ഥാനലബ്ധി, സാമൂഹിക അംഗീകാരങ്ങളും വ്യക്തി വൈശിഷ്ട്യങ്ങളും ഏറിയ ഒരു കാലഘട്ടമാണ്. വിവാഹത്തിന് കാലതാമസം ഉണ്ടാവും. വിവാഹ പങ്കാളിയുമായിട്ട് അകന്നിരിക്കേണ്ട അവസ്ഥയൊക്കെ ഈ സമയത്ത് ഇവർക്കുണ്ട്. പ്രവർത്തന മണ്ഡലത്തിൽ വിജയവും എല്ലാവിധ അംഗീകാരങ്ങളും പ്രതീക്ഷിക്കാൻ പറ്റിയൊരു കാലഘട്ടമാണ്. 10, 11 ഭാവം വഹിച്ചിരിക്കുന്ന വ്യാഴമായതുകൊണ്ട് 2026 മെയ് 27 മെയ് വരെ അനുകൂലമായിട്ടുള്ള പുതുവർഷ ഫലങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ടുള്ള നക്ഷത്രങ്ങളാണ്. ഉത്ര 2, 3, 4 പാദങ്ങളും അത്തം, ചിത്തിര 1, 2 പാദങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പലതരത്തിലുള്ള പ്രവൃത്തികൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും, കന്നിമാസത്തിലെ അസുഖങ്ങളും
മറ്റ് ബുദ്ധിമുട്ടുകളും, സ്വബന്ധുക്കളോട് കലഹവും, സർക്കാർ സംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തുലാം മാസത്തിൽ ധനനാശം, നേത്രരോഗം, അന്യന്മാരിൽ നിന്നും പലതരത്തിൽ പറഞ്ഞ് പറ്റിക്കുക, വഞ്ചനകളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. രോഗം, മനോപീഡയ്ക്കും തുലാമാസത്തിൽ സാധ്യതയുണ്ട്. വരുന്നതായിട്ടുള്ള വൃശ്ചിക മാസത്തിൽ സ്ഥാനലാഭവും, ശത്രുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറുകയും തടസ്സങ്ങൾ നീങ്ങുകയും ധനപുഷ്ടി ഉണ്ടാവുകയും ആരോഗ്യം വരിക, സ്വർണം മുതലായ ധാതുദ്രവ്യങ്ങളുടെ ലാഭവും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ധനധാന്യ ലാഭങ്ങളും കുസുമ രത്ന അലങ്കാരകൃതമായിട്ടുള്ള രാജ ബഹുമാനാദികളും സർക്കാരിൽ നിന്നുള്ള അംഗീകാരം ഇവർക്ക് ലഭിക്കും. തൊഴിലവസരങ്ങൾ പ്രതീക്ഷിക്കാം. ധനുമാസത്തിൽ സ്ത്രീ സുഖത്തിന് വിഘ്നം, കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ സംഭവിക്കുക, രോഗാദി ദുഃഖങ്ങൾ, ദുർജനങ്ങളോട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ചില വാക്ക് തർക്കത്തിനും സാധ്യതയുണ്ട്. എന്നാൽ വരുന്നതായിട്ടുള്ള അവർക്ക് മകരമാസത്തില് ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും പീഡകളുണ്ടാവുക, ഗുരുജനങ്ങളിൽ നിന്ന് സന്തോഷവും കുടുംബത്തിന് അഭിവൃദ്ധിയും പ്രതീക്ഷിക്കാം. കുംഭമാസത്തിൽ രോഗഭയവും സന്താനങ്ങൾ നിമിത്തം ചില ദുഃഖങ്ങളും കരുതണം. കാര്യങ്ങൾക്ക് വിജയവും സൗഭാഗ്യവും വന്നു ചേരും. നേത്രരോഗം, കലഹം, മറ്റ് ബുദ്ധിമുട്ടുകളും വഴിയാത്രയും യാത്രയ്ക്ക് തടസ്സവും ഉണ്ടാവാം. മീനമാസത്തിലെ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും അനുഭവപ്പെടാം. ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, സ്ത്രീകളെ, രത്നങ്ങൾ ഇവ കൊണ്ടുള്ള അഭിവൃദ്ധികളും പ്രതീക്ഷിക്കാം. മേടമാസത്തില് പലതരത്തിലുള്ള ക്ലേശങ്ങൾ ഇവരെ ബാധിക്കാം. മാനഹാനിയും മത്സര സംബന്ധമായിട്ടും മനസ്സിന് വിഷമം സംഭവിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ്. ഇടവമാസത്തിൽ ഇവർക്ക് ഒടുവ്, ചതവ്, മറ്റു ബുദ്ധിമുട്ടുകളും ശാരീരിക ക്ലേശങ്ങളും നേരിടാൻ സാധ്യതയുണ്ട്. മിഥുനമാസത്തിൽ പലതരത്തിലുള്ള ചില ആപത്തുകൾ വരാം. അതിനെ അതിജീവിക്കുകയാണ് അവർ വേണ്ടത്. സദ്വൃത്തിക്ക് ഭംഗം, നല്ല കാര്യങ്ങൾക്കെല്ലാം തടസ്സം ഉണ്ടാക്കുക എന്ന സുഗന്ധ ദ്രവ്യ ലാഭങ്ങളും ബഹുഗുണങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു മാസമാണ്. കർക്കിടക മാസത്തിൽ രോഗശാന്തിയും സ്ഥാനചലനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധികളും ഉണ്ടാവും. പലവിധ ദ്രവ്യലാഭങ്ങൾക്കും ഈ നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. ഉത്രം 2, 3, 4, അത്തം, ചിത്തിര 1, 2 നക്ഷത്രങ്ങൾ കന്നിക്കൂറിൽപ്പെട്ടവരാണ്. ഇവർക്ക് ഏഴിലെ ശനി, കണ്ടകശനി ഇവർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളും തടസ്സങ്ങളും വരുത്തുന്നുണ്ട്. യാത്രയ്ക്ക്, വിദേശ സംബന്ധമായിട്ട് യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആ യാത്രയ്ക്ക് പ്രതീക്ഷിച്ച സമയത്ത് പോകാൻ പറ്റാതെ വരിക, തൊഴിൽ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക, അവിടെ സ്ഥാനചലനം നേരിടുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠന നിലവാരമൊക്കെ മെച്ചപ്പെടും. വിദ്യയുടെ കാരകനായിട്ടുള്ള വ്യാഴം ബുദ്ധിയും ഓജസ്സും അവർക്ക് നൽകി കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കാട്ടിലും വിദ്യാർത്ഥികൾക്ക് കുറെ കൂടെ പഠന മികവ് നേടാനും അവർ ഉയർച്ചയിലെത്താനും സാധ്യതയുള്ളൊരു പുതുവർഷമാണിത്. തൊഴിലവസരങ്ങൾ പുതിയതായി ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കും വകയുണ്ട്. കർമ്മത്തിൽ വ്യാഴം നിരതനായി നിൽക്കുന്നുണ്ട്. അവരുടെ കുടുംബ പരദേവതാ സ്ഥാനങ്ങളും ധർമ്മദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് ഈ വരുന്ന പുതുവർഷ കാലയളവിൽ. അവരുടെ വ്യാഴം 11ാം ഭാവത്തിലും 10ാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്ന കാലഘട്ടമാകെ വളരെയധികം നേട്ടങ്ങൾ അവരുണ്ടാക്കിയെടുക്കും. അതുപോലെ ഊഹക്കച്ചവടം, ബിസിനസ്, തൊഴിൽപരമായിട്ട് മറ്റ് മേഖല, സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ അവരുടെ സ്ഥലം മാറ്റം, പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കും വളരെയധികം സാധ്യത അനുകൂലമായിട്ട് നിൽക്കുന്നൊരു വർഷം കൂടാണിത്. 6ൽ രാഹു സഞ്ചരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഉടപ്പറപ്പുകള്, സഹായികള്, ഈ ഭാഗത്തു നിന്നുള്ള ചില ബുദ്ധിമുട്ടുകൾ, സഹപ്രവർത്തകരിൽ നിന്ന് ചില അസ്വസ്ഥതകൾ ഇവർക്കുണ്ടായേക്കാം. അയൽ സംബന്ധമായിട്ടൊക്കെ തന്നെ ചില വിരോധങ്ങൾ സൃഷ്ടിക്കും, വാഗ്വിരോധങ്ങൾ സമർപ്പിക്കും. അതുപോലെ സംസാരങ്ങൾ, അതായത് പ്രവർത്തന മേഖലയിൽ തന്നെ പലരുമായിട്ടും ചില വാക്കുകൾ പറയാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ നേരിടും. രോഗാദി ദുരിതങ്ങൾ, ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാവാം. അറിവില്ലാതെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുക, പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുക, ഇതൊക്കെ ഇവരുടെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ബാധിക്കുന്ന ഫലങ്ങളാണ്.
അപ്പോൾ അതിനെയൊക്കെ അവർ നല്ലോണം മാറ്റി അനുകൂലത്തിൽ കൊണ്ടുവരാനായിട്ട് അവർ ഈശ്വര പ്രാർത്ഥനകളൊക്കെ ചെയ്യണം. ഉത്രം നക്ഷത്രത്തിൻ്റെ അധിപൻ സാക്ഷാൽ ആദിത്യ ഭഗവാനാണ്. ആ സൂര്യഭഗവാന് സൂര്യഗായത്രി മന്ത്രം കൊണ്ട് അർഘ്യങ്ങളൊക്കെ കൊടുക്കുകയും ഗായത്രി മന്ത്രം ജപിക്കുകയും വളരെയധികം അവർക്ക് ദോഷപരിഹാരമായിട്ടുള്ള പരിഹാരങ്ങളാണ്. ശിവക്ഷേത്രത്തിൽ എരിക്ക് കുവളത്തില പുഷ്പങ്ങൾ കൊണ്ട് ഉത്തമ മംഗല്യങ്ങളൊക്കെ സാധിക്കേണ്ടവർക്ക് ഉമാമഹേശ്വര മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലികളൊക്കെ ചെയ്യും. ദാമ്പത്യ കെട്ടുറുപ്പിനായിക്കൊണ്ട് ചിന്താമണി മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ദേവീക്ഷേത്രങ്ങളിൽ കഴിപ്പിക്കുന്നു. ഇവർക്ക് ഗുണകരമാണ്. അത്തം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ചന്ദ്രൻ ദശാനാഥനായിട്ട് വരുന്ന അത്തം നക്ഷത്രക്കാര് ഇവരുടെ 11ാം ഭാവാധിപനോടാണ് ചന്ദ്രൻ. ആ 11ാം ഭാവാധിപനായ ചന്ദ്രന്റെ ഗുണത്തിനായിക്കൊണ്ട് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ചന്ദ്രന് വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചനകൾ നടത്തുക, സോമപൂജ നടത്തുക, സോമവാര വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാക്കും. ചിത്തിര നക്ഷത്രത്തിന്റെ അധിപനായിട്ടുള്ള ചൊവ്വ ദശാനാഥനായിട്ട് വരുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുകയും പളനി തുടങ്ങിയ മഹാക്ഷേത്രങ്ങളൊക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ ദർശിക്കുന്നു സമീപത്തുള്ളതും അങ്ങനെയുള്ള ക്ഷേത്ര ദർശനങ്ങൾ അവരെ വളരെ സഹായിക്കുവാൻ ഇപ്പോഴത്തെ ഈ ദശാസന്ധി കൊണ്ടുള്ള ഈ ഗ്രഹചാരഫലങ്ങളുടെ ദോഷങ്ങളെ കുറയ്ക്കുന്നതിനായിട്ട് ഗുണഫലങ്ങൾ ഒരുപാട് ഈ നക്ഷത്രക്കാർക്ക് കാത്തിരിപ്പുള്ള നല്ല നക്ഷത്രങ്ങളാണ്. നല്ലൊരു പുതുവർഷം ഇവർക്കുണ്ടാവാനായി ഈശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇവർക്ക് വഴിയുണ്ടാകുമെന്ന് പൂർണ്ണമായും നിശ്ചയമാണ്. തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് ചിത്തിര 3, 4 പാദം, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങളിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം 9, 10 ഭാവങ്ങളിലായിട്ടും ശനി 6ാം ഭാവത്തിലും രാഹു 5ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പൈതൃക സ്വത്തിനുള്ള ആസക്തി, വിവാഹത്തിലൂടെയും ഇൻഷുറൻസിലൂടെയൊക്കെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരോടാണ്. പിത്ത കഫജന്യമായ അസ്വസ്ഥതകളും തെറ്റിദ്ധാരണകളും ഉണ്ടാകാൻ സാധ്യത കൂടുതലായുള്ള ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. തുലാരാശിക്കാരായിട്ടുള്ള തുലാക്കൂറുകൾപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് 9ൽ വ്യാഴം ഭാഗ്യസ്ഥാനത്താണ്. അവർക്ക് സന്താനങ്ങൾ ജനിക്കേണ്ടവർക്ക് സന്താന കാര്യസിദ്ധി, വളരെ കാലമായിട്ട് സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാവുകയും അതുപോലെ ഉള്ള സന്താനങ്ങൾ നന്നാവുകയും അവരുടെ സ്വഭാവത്തിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവുകയും അവർ നല്ല മക്കളായിട്ട് വരുന്ന ഒരവസ്ഥയും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണങ്ങളുള്ള ഒരു വർഷം കൂടാണിത്. അതുപോലെ ഭാഗ്യം നമ്മളെ കടാക്ഷിക്കും. 9ാം ഭാവത്തില് വ്യാഴം നിൽക്കുമ്പോൾ ശുഭവതി പ്രാപ്തവീര്യ വേയുക. അപ്പോൾ ശുഭവതിയായിട്ടുള്ള 9ലെ വ്യാഴത്തിന്റെ ഗുണം ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു വർഷം കൂടാണിത്. മാത്രമല്ല ശനി 6ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കൃഷി സംബന്ധമായിട്ടുള്ള അഭിവൃദ്ധികൾ ഉണ്ടാവുക, കൃഷിയിൽ മെച്ചപ്പെടുക. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മുൻകാലങ്ങളിലെക്കാട്ടിലും കുറെ കൂടെ അഭിവൃദ്ധി പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷവും കൂടാണ് ഈ ഒരു വരുന്ന പുതുവർഷ കാലയളവിൽ. കർഷകർക്ക് അഭിവൃദ്ധി, കച്ചവടക്കാർക്ക്, ബിസിനസ് മേഖലകളിൽപ്പെട്ടവർക്കും വളരെയധികം മത്സ്യ സംബന്ധമായിട്ട് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ളവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ബാധ്യതകളൊക്കെ പരിഹരിക്കപ്പെടുന്നതിനായിട്ടുള്ള ഒരു കാലഘട്ടം കൂടായിട്ടാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത്. തുലാരാശിപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങളിൽപ്പെട്ടവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസത്തിൽ വരുമാനത്തിൽ വർധനവുണ്ടാകും. പ്രവർത്തന മണ്ഡലത്തിന്റെ വ്യാപ്തി ഒന്നുകൂടെ ബൃഹത്താക്കുകയും പാരിതോഷികങ്ങൾ ഉണ്ടാവുകയും ആരോഗ്യം മെച്ചപ്പെടുകയും സാധുക്കൾക്ക് ദാനകർമ്മങ്ങളൊക്കെ ചെയ്യുകയും ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. കന്നിമാസത്തിൽ പ്രതീക്ഷകൾക്ക് ഫലമുണ്ടാകുകയും കാത്തിരിപ്പുകൾ, വളരെ ഓരോ കാര്യങ്ങൾ നടക്കാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് കന്നിമാസത്തിൽ അതിനൊക്കെ ഒരു അനുകൂലമായ ഫലം കിട്ടും. ചില രോഗാതി ദുരിതങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും, ധനവർദ്ധന ഉണ്ടാകും. തുലാമാസത്തിൽ അസുഖങ്ങൾ പെട്ട് മോചിതരാവാൻ, അസുഖത്തിൽപ്പെട്ട് വലയുന്നവർക്ക് അവർക്കൊരു വ്യത്യാസം, മരുന്നുകൊണ്ട് അസുഖങ്ങൾക്കൊക്കെ ഭേദപ്പെടാനും പുരോഗതി ഉണ്ടാവും. വിഘ്നങ്ങൾ, തടസ്സങ്ങൾ, യാത്ര സംബന്ധമായിട്ടുള്ള പ്രതിബന്ധങ്ങളൊക്കെ മാറിക്കിട്ടും. വിദ്യാഭ്യാസ തടസ്സങ്ങളൊക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള മാറ്റം ഉണ്ടാവും. കച്ചവടക്കാര് സ്വർണ്ണാഭരണങ്ങൾ തുടങ്ങിയവയുടെയൊക്കെ ലാഭം
അവർക്കും വളരെയധികം പുരോഗതികൾ ഉണ്ടാവുന്ന ഒരു നേട്ടം കൂടാണ് ഈ സമയം. നീതിന്യായ വകുപ്പിൽപ്പെട്ട് അവർക്ക് നീതി ലഭിക്കേണ്ടവർക്ക് നീതിയെ പ്രദാനം ചെയ്യുന്ന ഒരു മാസം കൂടാണ് ഈ തുലാമാസം. മാത്രമല്ല, അടുത്ത് വരുന്ന വൃശ്ചിക മാസത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവിധ സാധ്യതകളും സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളും ധനലാഭങ്ങളും സുഖനിദ്രയൊക്കെ വന്നു ചേരും. ധനുമാസത്തിൽ ആരോഗ്യങ്ങളൊക്കെ വീണ്ടെടുക്കും, വരുമാനം വർദ്ധിക്കും, കാര്യവിജയങ്ങൾ ഉണ്ടാവും. മകരമാസത്തിൽ കാര്യസാധ്യത്തിന് വിഘാതം, ചില തടസ്സങ്ങൾ നേരിടുകയും കാലതാമസം ഉണ്ടായേക്കാം. പിന്നീട് വരുന്ന കുംഭമാസത്തിലാണ് ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ആരോഗ്യം തൃപ്തികരമല്ലാതെ വരും. ശത്രുക്കളിൽ നിന്നുള്ള ഭയങ്ങളൊക്കെ ഉത്കണ്ഠ ഉണ്ടാവുക. സുഹൃത്തുക്കളുമായി വാക്കുതർക്കത്തിനും സാധ്യതയുണ്ട്. മനസ്സമാധാനം പറയുക. കുടുംബ കലഹങ്ങൾ അനുഭവപ്പെടുക. സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിനൊക്കെ മീനമാസം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. കാര്യവിജയവും ധനലാഭവും സിദ്ധിക്കും. മേടമാസത്തിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക സാധ്യതയുണ്ട്. ഇടവമാസത്തിലെ രോഗാധിപത്യങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, യാത്ര, കുടുംബകാര്യങ്ങളിലെ അഭിപ്രായ ഭിന്നതയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. മിഥുനമാസത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം മിഥുനമാസത്തിൽ മാനസികമായ പിരിമുറുക്കങ്ങൾ, ടെൻഷൻ വർദ്ധിക്കുക, വാക്കുതർക്കം, ധനപരമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരും ആദ്യഘട്ടത്തിൽ. പിന്നീട് അതെല്ലാം പരിഹരിക്കും. പ്രവർത്തന മേഖലയിൽ വിജയം സാധിക്കും. മറ്റ് ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്യും. കർക്കിടക മാസത്തിൽ ഇവർ ധനവർദ്ധനയും കുടുംബത്തിൽ സന്തോഷവും കാണുന്നു. മാത്രമല്ല, വളരെ ആരോഗ്യം മെച്ചപ്പെടുകയും ശാരീരികമായിട്ടുണ്ടാവുന്ന ചില അസ്വസ്ഥതകളൊക്കെ പരിഹരിക്കപ്പെടുന്ന മാസം കൂടാണ് കർക്കിടക മാസം. ഇവരെ സംബന്ധിച്ചിടത്തോളം തുലാക്കൂറിൽപ്പെട്ട ചിത്തിര നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിക്കും ഭദ്രകാളി ഭഗവതിക്കും അവർ യഥാശക്തി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പച്ചനാരങ്ങയൊക്കെ സമർപ്പിക്കുകയും വേല് സമർപ്പണവും പഞ്ചാമൃതവും അർച്ചനകളും കുമാരസൂക്തം കൊണ്ട് അർച്ചനകളൊക്കെ ചുമന്ന പുഷ്പങ്ങൾ കൊണ്ട് അർപ്പിക്കുന്നത് അവർക്ക് വളരെയധികം ഗുണഫലങ്ങളുണ്ടാവും. ചോദ്യ നക്ഷത്രത്തിൽപ്പെട്ട രാഹു ദശാനാഥനായിട്ട് വരികയും രാഹു അവരുടെ 5ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ പ്രജ്ഞ, പ്രതിഭ, മേധ, വിവേക ശക്തികൾക്ക് പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുക, ടെൻഷൻ വർദ്ധിക്കുക, സന്താനങ്ങൾക്ക് ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാൻ രാഹുവിന് പ്രത്യേകമായി 100 പാലും സർപ്പ രൂപങ്ങൾ, ഉറ്റ, മുട്ട, വെള്ളി രൂപം ഇതൊക്കെ സമർപ്പിക്കുന്നത് അവരുടെ ദോഷശാന്തിക്ക് ഏറ്റവും നല്ല പരിഹാരമാണ്. നവഗ്രഹങ്ങളിലെ രാഹുവിന് പൂജകൾ കഴിപ്പിക്കുക. കുടുംബ സർപ്പക്കാവുകളിൽ പോയി കുടുംബ ആരാധനകൾ നടത്തുക. കുടുംബ പൂജകളിലൊക്കെ ധർമ്മദൈവങ്ങളുടെ പ്രീതിക്കായിട്ടുള്ള ആ പൂജകളിലൊക്കെ പങ്കെടുക്കുന്നത് അവർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാവും. വിശാഖം നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള മഹാവിഷ്ണു ഭഗവാന് വ്യാഴത്തിന് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ വ്യാഴത്തിന് കടല സമർപ്പിക്കുന്നത്, മഞ്ഞ പൂക്കൾ കൊണ്ട് വ്യാഴത്തിന് അർച്ചന കഴിപ്പിക്കുമ്പോൾ വളരെയധികം വ്യത്യാസം അവരുടെ ഈ ദശാസന്ധിയിൽ ഉണ്ടാകുന്ന ഈ ഗ്രഹചാരവശാലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് നീങ്ങുന്നതാണ്. പൊതുവെ നല്ലൊരു കാലഘട്ടമായിട്ടാണ് പുതുവർഷം ഈ തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 3, 4 പാദവും ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽപ്പെട്ട തുലാക്കൂറുകാർക്ക് പുതുവർഷം ആദ്യ പകുതിയും 2ാം പകുതിയും അവർക്ക് അനുകൂലമായിട്ട് തന്നെ കാണിക്കുന്നു. വളരെയധികം മെച്ചമുണ്ടാക്കുന്ന നക്ഷത്രങ്ങളാണ്. അവർക്ക് എല്ലാവിധ ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട്, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവാനായിട്ടും ഉള്ള ഈശ്വരാധീനങ്ങൾ സൃഷ്ടിക്കുന്ന നക്ഷത്രങ്ങളാണ്. അവർക്ക് എല്ലാവിധ നല്ല ഫലങ്ങളും പുതുവർഷം കാണുന്നുണ്ട്. വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രമായിട്ടുള്ള വിശാഖത്തിൻ്റെ 4ാം പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്ന നക്ഷത്രക്കാർക്ക് വൃശ്ചികക്കൂറാണ്. വ്യാഴം 8ഉം 9ഉം ഭാവങ്ങളിലാണ് അവർക്ക് സ്ഥിതി ചെയ്യുന്നത്. വൃശ്ചികക്കൂറുകാർക്ക് ആദ്യ കാലഘട്ടം അഷ്ടമത്തിലെ വ്യാഴം പലതരത്തിലുള്ള ക്ലേശാനുഭവങ്ങൾ ഉണ്ടാക്കും. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം 4ാം പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രവും 8ലെ വ്യാഴം കാരണമില്ലാതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതായത് ഈ 8ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ബാലി ഹനിക്കപ്പെട്ടതായിട്ടാണ് പറയുന്നത്. കാരണമില്ലാതെ, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പെട്ടെന്ന് മനസ്സറിയാതെ ഒരു കാര്യങ്ങൾ വന്നുകൂടുക, അപവാദങ്ങൾ സൃഷ്ടിക്കുക, ചെയ്യാത്ത പേരുദോഷം, അപമാനങ്ങൾ ഇവയൊക്കെ സാധ്യതയുണ്ട്. ആദ്യ പകുതിയിലാണ് അത് കാണുന്നത്. അതിനുശേഷം 2ാം പകുതി ഇവരെ സഹായിക്കും.
ഇവർക്ക് 9ലേക്ക് വ്യാഴം വരികയും ഇവരുടെ ഒരുപാട് കാര്യങ്ങൾ, ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ പരിഹരിക്കപ്പെട്ട് വൃശ്ചികക്കൂറുകാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു പുതുവർഷമായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ചിങ്ങമാസത്തിൽ ഇവർക്ക് ഉത്തരവാദിത്തങ്ങൾ, നിയമനങ്ങൾ, അതുപോലെ ഉത്കർഷ ലാഭങ്ങളും ധർമ്മനീതിയൊക്കെ ഉണ്ടാകും. ആദരണീയതയും ജീവിത വിജയവും പ്രതീക്ഷിക്കാം. പിന്നീട് വരുന്നതായിട്ടുള്ള ഇൻഷുറൻസ് ആനുകൂല്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും. കന്നിമാസത്തിൽ ആഗ്രഹ സഫലീകരണങ്ങൾ ഉണ്ടാവും. ഉത്തമ സൗഹൃദങ്ങൾ, ബന്ധുഗുണങ്ങൾ, സ്ത്രീജനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാവാനും സാമൂഹിക വിജയവും ഇവർക്ക് സൂചിപ്പിക്കുന്നുണ്ട് നല്ലതായിട്ട്. തുലാമാസത്തിൽ ലൗകികമായ നേട്ടവും കാറ്, വാഹനങ്ങൾ തുടങ്ങിയവയൊക്കെ വരാനുള്ള സാധ്യതകളും മറ്റ് ആദരവുകളും ലഭിക്കാൻ സാധ്യതയുണ്ട്. നയപരമായ കഴിവും പ്രവർത്തന ശക്തിയും ചിന്താ വേഗതയൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ്. ഊർജ്ജസ്വലത ഉണ്ടാവും, ധൈര്യം വന്നു ചേരും. അങ്ങനെയുള്ള രഹസ്യ പ്രണയങ്ങളൊക്കെ വിജയിക്കാനുള്ള സാധ്യതയുള്ള കാലഘട്ടങ്ങളാണ്. ധനുമാസത്തിൽ, വൃശ്ചിക മാസത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികത്തിലെ കാര്യപ്രവർത്തന ശേഷിയും എല്ലാവിധ ആനുകൂല്യങ്ങൾ ഇവർക്കുണ്ടാവും. ധനുമാസത്തിലെ സർക്കാർ കാര്യങ്ങളിൽ നിന്ന് വിജയം, സർക്കാർ പേപ്പർ വർക്കുകളൊക്കെ ശരിയാവേണ്ടവർക്ക് അത് കിട്ടാനും നേട്ടങ്ങൾ ഉണ്ടാക്കാനും ബാങ്കിങ്, ലോൺ സംവിധാനങ്ങളൊക്കെ അവർക്ക് കിട്ടാനും അതൊക്കെ അവരിലേക്ക് വന്നു ചേരാൻ സാധ്യത കൂടെ ഉള്ള മാസമാണ്. മകരമാസത്തിൽ ഇവർക്ക് അച്ചടി പത്രപ്രവർത്തനം, കമ്മീഷൻ മുതലായവയിൽ നിന്ന് നേട്ടം ഉണ്ടാവുകയും സഹോദരങ്ങൾക്ക് ഉയർച്ച എന്നീ ഗുണഫലങ്ങളും ഉണ്ടാവും. കുംഭമാസത്തിൽ ജോലിയിൽ ശോഭിക്കാനും ജോലിയിലെ ഉയർച്ച, പ്രൊമോഷനൊക്കെ സാധ്യതയുള്ള മാസം കൂടാണ്. ബന്ധുക്കളിൽ നിന്നും കഷ്ടനഷ്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല മീനമാസത്തിൽ സ്ഥിര ഫലങ്ങൾ എല്ലാ രീതിയിലും വന്നു ചേരാനും ചുറ്റുപാടുകൾ അനുകൂലമായിട്ട് വരാനും കുടുംബജീവിതം സന്തുഷ്ടമായിട്ട് വരാനും സാധ്യതയുണ്ട്. മേടമാസത്തിൽ ഊഹക്കച്ചവടത്തിൽ എടുത്തിയാട്ടം കാണിക്കാതിരിക്കുക. അവർ എടുത്തിയാടി അവർക്ക് വല്ല നഷ്ടങ്ങൾ മേടമാസത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി അവർ മുമ്പോട്ട് പോകണം. ഇടവമാസത്തിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇടവമാസം. ആരോഗ്യം മെച്ചപ്പെടും. കീഴ് ജീവനക്കാരുമായിട്ടുള്ള ചില തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ഉത്സാഹം വന്നുചേരും. വിവാഹം, നല്ല മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതാണ്. മിഥുനമാസത്തിൽ സാമ്പത്തിക സാമൂഹികപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുകയും മറ്റ് രീതിയിലുള്ള ട്രസ്റ്റ്, ഭരണ ഈ നിലപാടുകളിലൊക്കെ നിൽക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള ട്രസ്റ്റ് കൊണ്ടുള്ള പ്രയോജനങ്ങൾക്കൊക്കെ അവർക്ക് ലഭിക്കാനും സാധ്യത കൂടുതലാണ്. കർക്കിടക മാസത്തിൽ തത്വചിന്ത പ്രവണതകൾ, വിശാല മനസ്കൃത, ആഴത്തിലുള്ള മതബോധങ്ങളൊക്കെ വർദ്ധിക്കുകയും വിദേശ കാര്യങ്ങളിലും നിയമപരമായ വിജയങ്ങൾ ഉണ്ടാവാനും തുടക്കത്തിലുള്ള എല്ലാവിധ നേട്ടങ്ങളെയും സാമൂഹിക വിജയവും അവർക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന മാസമാണ് കർക്കിടക മാസം. ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖ നക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴമാണ്. ആ വിശാഖ നക്ഷത്രക്കാർ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്നതിനായിക്കൊണ്ട് അനന്തപത്മനാഭസ്വാമി, ഗുരുവായൂർ തുടങ്ങിയ വൈഷ്ണവ ക്ഷേത്രങ്ങൾ, തിരുപ്പതി പോലുള്ള കഴിവ് പോലുള്ള സ്ഥലങ്ങൾ, നമുക്ക് തൊട്ടടുത്തുള്ള ഗ്രാമക്ഷേത്രങ്ങളായാലും അവിടെയൊക്കെ പോയി യഥാശക്തി ഭജിക്കുന്നതിലൂടെയും അവരുടെ ഈ അനിഷ്ടങ്ങളെല്ലാം മാറി അനുകൂല ഭാവത്തിലേക്ക് എത്തുകയും, ആദ്യ പകുതിയാണ് അവർക്ക് പ്രയാസം. 5-ൽ ശനി നിൽക്കുകയും 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നുണ്ട്. മാനസിക സംഘർഷങ്ങൾ, സന്താന ദുഃഖങ്ങൾ, സന്താനങ്ങൾ വേണ്ടുന്നതാവാത്ത രീതി വരിക, അവരുടെ വിദ്യാഭ്യാസം, ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനത്തിനൊക്കെ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന മാസം കൂടാണ്. അതിന് ഹയഗ്രീവ മന്ത്രം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഹയഗ്രീവ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലികളൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നതും അവരുടെ വിദ്യയെ പുരോഗമിപ്പിക്കാനും മുടങ്ങിയ വിദ്യാഭ്യാസങ്ങളെ പുനർജീവിപ്പിക്കാനും സാധിക്കുന്നതാണ്. 4-ൽ രാഹു സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അവരുടെ ധർമ്മദൈവ സ്ഥാനത്ത് കുടുംബക്കാവുകളിലൊക്കെ പോയി വിളക്ക് കത്തിക്കുകയും സർപ്പാരാധനകൾ നടത്തുന്നതിലൂടെയും സർപ്പങ്ങൾക്ക് ഫലഭൂഷ്ഠിതമായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുകയും വൃക്ഷങ്ങളെ സേവിക്കുകയും നമ്മുടെ ജന്മനക്ഷത്ര വൃക്ഷങ്ങൾക്ക് ജലം ഒഴിച്ച് സംരക്ഷിക്കുന്നതൊക്കെ അവരുടെ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരുപാട് പരിഹാരം ചെയ്യും. അനിഴം നക്ഷത്രത്തിൻ്റെ ദശാനാഥനായിട്ടുള്ള ശനിയാണ്. ആ ശനി ഇപ്പോൾ അവരുടെ 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും അവിടെ അയ്യപ്പസ്വാമിക്ക് പ്രധാനമായിട്ടുള്ള ശബരിമല അല്ലെങ്കിൽ അടുത്തുള്ള ശാസ്താ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനങ്ങൾ നടത്തുക,
അങ്ങനെ ഭഗവാന് പ്രീതികരമായിട്ടുള്ള എള്ള് നിവേദ്യവും എള്ള് പറ സമർപ്പിക്കുന്നവർക്ക് അവരുടെ ദോഷ ശാന്തിക്ക് വളരെയധികം സഹായകരമാകും. 4 രാഹു ഉണ്ട്. അഷ്ടമത്തിലെ വ്യാഴം ആദ്യ പകുതിയിൽ നിൽക്കുമവർക്ക് അതിന് പൊതുവായിട്ടുള്ള ഈശ്വരഭജനം മാത്രം മതിയാവും. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള ബുധൻ ദശാനാഥനായിട്ട് വരുന്നവർക്ക് തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ടവർ നവഗ്രഹങ്ങളിൽ ബുധ ഭഗവാന്, അതായത് മന്ദാരപ്പൂക്കൾ കൊണ്ട് ബുധ ഭഗവാന് അർച്ചനകൾ കഴിപ്പിക്കുകയും പച്ചപ്പട്ട് ബുധന് സമർപ്പിക്കുന്നതും അവരുടെ ഈ ദോഷഫലങ്ങളെയൊക്കെ കുറച്ച് ഈ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവാനും അവരുദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ പറ്റിയ ഒരു ആദ്യ പകുതിയിലെ തടസ്സങ്ങളൊക്കെ രണ്ടാം പകുതിയിൽ അവർ വിജയിക്കും. പുതുവർഷം അവർക്ക് ആദ്യം ഇച്ചിരി ക്ലേശമാണ് നൽകുന്നത്. എങ്കിലും രണ്ടാം പകുതിയിലൂടെ അവർക്ക് 2026 മെയ് മാസത്തിന് ശേഷം വളരെയധികം ഗുണങ്ങൾ പിന്നീട് ഒരു വർഷത്തേക്ക് ഗുണകരമായിട്ട് വരും. അങ്ങനെ ഒരു നല്ല കാലഘട്ടം അവർക്കുണ്ടാവാനുള്ള വൃശ്ചിക കൂറിൽപ്പെട്ട വിശാഖം 4ാം പാദവും അനിഴവും തൃക്കേട്ടയും നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ കാത്തിരിപ്പുണ്ട്. ആദ്യത്തെ തടസ്സങ്ങളും വിഷമങ്ങളും ഒക്കെ അതിജീവിച്ച് അവർ എല്ലാ സ്വപ്രയത്നങ്ങളെ കൊണ്ട് തന്നെ മുമ്പോട്ട് അതിജീവിക്കണം. അതിനുള്ള അറിഞ്ഞുകൊണ്ട് അതിജീവിക്കാനുള്ള മാർഗമാണ് അവർക്ക് ഈ പറഞ്ഞു തരുന്നത്. അതിലൂടെ അവർ നയിച്ചുപെട്ട് കഴിയുമ്പോൾ അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും പുതുവർഷം സമ്മാനിക്കുന്നതാണ്. ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രമായിട്ടുള്ള മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1ാം പാദത്തിൻ്റെ 12 മാസത്തെ ഫലങ്ങളാണ് ഇനി പറയുന്നത്. ചിങ്ങമാസത്തിലെ സാമ്പത്തികമായ ഉന്നത വിജയം ഇവർക്കുണ്ടാവും, ആനന്ദം ഉണ്ടാവും. മറ്റേ സ്ത്രീകളിൽ നിന്നും ചില അപമാനത്തിന് ഇരയാകാനുള്ള സാധ്യതയുണ്ട്, അവർ ശ്രദ്ധിക്കണം. കന്നിമാസത്തിൽ സകല കാര്യങ്ങളും സാധ്യമാവും, എല്ലായിടത്തും വിജയം ഇവർക്ക് പ്രതീക്ഷിക്കാം. ഭാഗ്യദേവത ഇവരെ കടാക്ഷിക്കും, ഉന്നതമായ സ്ഥാനലബ്ധി ഉണ്ടാവും. തുലാമാസത്തിൽ ഐശ്വര്യം, രോഗശാന്തി, നല്ല പ്രവൃത്തികൾ ഇവർക്ക് ഫലമായിട്ടുണ്ടാകും. വൃശ്ചിക മാസത്തിൽ മാനസികമായ ചില അസ്വാസ്ഥ്യങ്ങളും നല്ല പ്രവർത്തികൾക്ക് ഫലം കാണാതെ വരികയും ദുർവ്യയങ്ങളും നേത്രരോഗങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അനുമാസത്തിൽ ഇവരെ സമയത്തോളം രോഗാദി ദുരിതങ്ങളെ കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വരിക, യാത്രാ ക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദ്രവ്യ ലാഭങ്ങളുണ്ടാവും, മറ്റു ഗുണഫലങ്ങളും കിട്ടും. മകരമാസത്തിൽ വാഗ്ദോഷത്താൽ ദ്രവ്യനാശം, വാക്ക് തർക്കങ്ങൾ ഇവയൊക്കെ ഉണ്ടാവാൻ സാധ്യത. ദൂരസഞ്ചാരം, അങ്ങനെ വിദേശത്ത് പോയി ചില ധനങ്ങളൊക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട സമയമുണ്ട്. വിദ്യാഭ്യാസ തടസ്സം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നല്ല ശനിയും കൂടെ ആയതുകൊണ്ട് അവർക്ക് വിദ്യക്ക് മുടക്കം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഉപമാസത്തില് ഇവരെ സംബന്ധിച്ചിടത്തോളം 5ൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെയുള്ള ബുദ്ധി, അതുപോലെ തന്നെ വിജയങ്ങൾ തുടങ്ങിയവയൊക്കെ വരാനും പ്രധാന കാര്യങ്ങൾക്ക് ധാരാളം അനുകൂലത ഉണ്ടാവാനും സഹോദരങ്ങൾ തമ്മിൽ നല്ല ഇഷ്ടലബ്ധി ഉണ്ടാവാനുമുള്ള സാധ്യതയുണ്ട്. മീനമാസത്തിൽ ജോലിയിൽ പ്രകടനവും ജീവിതത്തിൽ അനുകൂലമായ ഒരു സാഹചര്യം ഇവർക്ക് വന്നു ചേരും. യാത്രയ്ക്കിടയിലൊക്കെ സൂക്ഷിക്കണം, അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. മേടമാസത്തിൽ പ്രതികൂലമായ ചുറ്റുപാടുകളും കുടുംബജീവിതത്തിലെ ചില ക്ലേശങ്ങളും വരുമാനത്തിൽ ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഊഹക്കച്ചവടത്തിലും അതുപോലെ തന്നെ പ്രണയകാര്യങ്ങളിലും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഇടവമാസത്തിൽ മിഥുനമാസത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വളരെയധികം ഗുണങ്ങളും നേട്ടങ്ങളും സ്വാധീനങ്ങളും ഉണ്ടാവുന്നവരാണ്. അതിന് ആരോഗ്യങ്ങളൊക്കെ വരും. പൈതൃകപരമായിട്ടുള്ള ചില സ്വത്തുക്കളൊക്കെ വന്നു ചേരാനും ഉള്ള സർക്കാരിൽ നിന്നും ചില അംഗീകാരങ്ങൾ ലഭിക്കാനുമുള്ള സാധ്യത ഇവർക്കുണ്ട്. കർക്കിടക മാസത്തിൽ അനുകൂലമായ സാഹചര്യം, സഹപ്രവർത്തകര്, പങ്കാളികൾ ഇവയിൽ നിന്നൊക്കെ അനുകൂലമായിട്ടുള്ള പുതിയ പുതിയ നേട്ടങ്ങൾ കൈവരിക്കാനും എല്ലാവിധമായ വിവാഹ സംബന്ധമായ കാര്യങ്ങളും മംഗള കർമ്മങ്ങളും ഒക്കെ വേണ്ടപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ തന്നെയും ഉണ്ടാവാനുള്ള സാധ്യതയുള്ള മാസങ്ങളാണ്. ഇനി ധനുക്കൂറിൽപ്പെട്ട തന്നെ മൂല നക്ഷത്രത്തിന് കേതു ദശാനാഥനായിട്ട് വരുന്നതുകൊണ്ട് കേതുവിനെ ഗണാനാമ്പതി, ഗണപതിയെ ഭജിക്കുക, അതുപോലെ തന്നെ ഭഗവതിയെ സേവിക്കുന്ന ഭഗവതി സേവ, ഗണപതിയോമൊക്കെ ജന്മ നക്ഷത്ര ദിവസം നടത്തുക. അതിലൂടെ അവരുടെ ഈ ദോഷകാലങ്ങളെയൊക്കെ മാസങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവും. കണ്ടകശനി അവർക്ക് 4ലുണ്ട്. അതിന് വീട് സംബന്ധമായിട്ട് ഗൃഹാന്തരീക്ഷം കുറച്ചുകൂടെ ഒന്ന് ശുദ്ധിത്വമായിട്ട് വീട്ടിൽ കുറേ കൂടെ ശുദ്ധവൃത്തികളൊക്കെ പാലിക്കുകയും വിളക്ക് കത്തിപ്പും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മുറുകെ പിടിച്ച് അതിൻ്റെ ശുദ്ധവൃത്തിയാദികളോടുകൂടിയൊക്കെ അവർ നോക്കിക്കഴിയുമ്പോൾ അവർക്ക്
നാലിലെ ശനിയുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. പൂരാടം നക്ഷത്രത്തിൻ്റെ അധിപനായിട്ടുള്ള ശുക്രൻ ദശാനാഥനായിട്ടുള്ളവർക്ക് പൂരാടം നക്ഷത്രക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ളൊരു കാലഘട്ടം കിട്ടുന്നതിനായിട്ട് ശുക്ര ഭഗവാനെ പ്രീതിപ്പെടുത്തുക. അതുപോലെ ദുർഗാ ഭജനം, ദുർഗാദേവിയെ ഭജിക്കുക, പഞ്ചദുർഗാ മന്ത്രം കൊണ്ട് അവർക്ക് പുഷ്പാഞ്ജലികൾ കഴിപ്പിക്കുക. പൂരാടം നക്ഷത്രക്കാരുടെ ഈ സമയദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് ഉത്രാടം ആദ്യപാദക്കാർക്ക് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശിവന് എരുക്കിൻ്റെ പൂക്കൾ കൊണ്ട് അർച്ചനകൾ കഴിപ്പിക്കുക. സൂര്യ നമസ്കാരം ഒരു ദിവസവും ചെയ്യുന്നത് വളരെ ഗുണകരമായിട്ട് വരും. സൂര്യദേവന് ഗായത്രി മന്ത്രങ്ങൾ കൊണ്ട് അർപ്പണങ്ങളൊക്കെ ചെയ്യുക. അതിലൂടെ ഇവരുടെ ഈ ദശാസന്ധിയിലും ഗ്രഹചാരങ്ങളിലും സംഭവിച്ച ദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ്. മൂലം, പൂരാടം, ഉത്രാടം ഈ ധനുക്കൂറുകാർക്ക് പൊതുവെ 7-ൽ വ്യാഴം ഉള്ളതുകൊണ്ട് പ്രശസ്തി, അംഗീകാരം, മംഗല്യകാര്യങ്ങൾ തുടങ്ങിയ കർമ്മപരമായ പുരോഗതി, ജോലിയിൽ ഉയർച്ച, പ്രമോഷന്, തൊഴിലാളികളെ സംബന്ധിച്ചുള്ള അവർക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനും കച്ചവടക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണനിലവാരങ്ങൾ മെച്ചപ്പെടാനും അവരുടെ പേരും പെരുമയൊക്കെ പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം കൂടാണ്. അവരൊന്നുകൂടെ ബ്രാൻഡഡായിട്ട് അറിയപ്പെടാനും പറ്റിയ കാലഘട്ടമാണ്. ആദ്യ പകുതി ഈ മൂലം, പൂരാടം, ഉത്രാടക്കാർക്ക് നല്ലതും 2025 മെയ് തൊട്ട് 26 മെയ് വരെ അനുകൂലവും അതിനുശേഷം 26 മെയ് തൊട്ട് 2027 മെയ് വരെ അവരെ സൂക്ഷിച്ച് ഈശ്വരഭജനത്തോടുകൂടി ഈ വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്തു കൊണ്ടുപോയാൽ അവർക്ക് ആ രണ്ടാം പകുതിയെ അതിജീവിക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അടുത്ത മകരക്കൂറ്. മകരക്കൂറിലെ നക്ഷത്രമാണ് ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം നക്ഷത്രവും അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ ആദ്യ പകുതിയും. ഇവർക്ക് 6-ൽ വ്യാഴമാണ് ആദ്യം സഞ്ചരിക്കുന്നത്. ആദ്യ പകുതിയിൽ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. രണ്ടാം പകുതിയാണ് ഇവർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. അതായത് ഈ 6 മാസം, ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ ഈ ആദ്യ പകുതി എന്ന് പറയുമ്പോൾ 6 മാസം നല്ലതും 6 മാസം മോശവും എന്നുള്ള ആദ്യത്തെ 6 മാസം ഈ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം 2, 3, 4 പാദങ്ങളും തിരുവോണം നക്ഷത്രവും അവിട്ടം 1, 2 പാദക്കാർക്കും ആദ്യ പകുതി ശ്രദ്ധിക്കണം. രണ്ടാം പകുതി അവർക്ക് ഗുണകരമായിട്ട് വരും. 6-ലെ വ്യാഴമായതുകൊണ്ട് ഷഷ്ടയും മാവേലി ബന്ധനമാണ്. മാവേലി ബന്ധിക്കപ്പെട്ട ഒരു സമയം കൂടാണ്. എന്ന് വെച്ചാൽ ആ ബന്ധനങ്ങളിൽ ഒപ്പുവെക്കുന്ന കരാറുകളിൽ ഇതിലൊക്കെ അവർ പെട്ടുപോകാൻ വളരെയധികം സാധ്യതയുണ്ട്. അവർ ശ്രദ്ധിച്ച് വളരെയധികം സൂക്ഷ്മതയോടുകൂടി മുമ്പോട്ട് പോകണം. മാത്രമല്ല, പുത്രലാഭം, ദ്രവ്യലാഭം, സ്ഥാനപ്രംശം ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങൾ ആദ്യം ഉണ്ടാകും. സർവാഭിഷ്ട സിദ്ധിയൊക്കെ അവർക്ക് പിന്നീട് സാധിക്കും. വിവാഹാദി കാര്യങ്ങളൊക്കെ മുടങ്ങി വയ്ക്കുന്നവർക്ക് വിവാഹമൊക്കെ നല്ല വിവാഹബന്ധം കിട്ടാനും സാധ്യതയുണ്ട്. ഡൈവോഴ്സിൻ്റെ വക്ക് വരെ എത്തിയതൊക്കെ ഇച്ചിരി ക്ഷമിച്ചിരുന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർപ്പാക്കാനും അവരെ കൊണ്ട് സാധിക്കും. ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമാകും. സഞ്ചാരവും ധനനാശവും ഒക്കെ ഇവരിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയുള്ള മകരക്കൂറുകാരുടെ 12 മാസത്തെ ഫലമെടുക്കുമ്പോൾ ചിങ്ങമാസത്തിൽ പരിശ്രമം കൈവടിയാതെയും മാനസിക വ്യഥകളും ഒക്കെ ഉണ്ടാകും. ദഹനക്കേട്, വാക്കുതർക്കം, മാർഗവിഘ്നങ്ങൾ ഇവർക്കുണ്ടാവും. കന്നിമാസത്തിൽ മിഷ്ടാന്ന ലാഭവും സമ്മാനങ്ങൾ ലഭിക്കുക, ദ്രവ്യലാഭം ഉണ്ടാവുക, സുഖശയനങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുക, സാമ്പത്തിക ലാഭം ഇവർക്കുണ്ടാവും. തുലാമാസത്തിൽ കാര്യജയം, ഉന്നതരുമായി കൂടിക്കാഴ്ച, പുതിയ സൗഹൃദ ബന്ധങ്ങളും ഉണ്ടാവും. ധനലാഭവും വന്നേരും, ഐശ്വര്യവും വ്യാധിനാശങ്ങളും ഉണ്ടാവുന്നതാണ്. അതിനുശേഷം ഇവർക്ക് വരുന്നതായിട്ടുള്ള വൃശ്ചിക മാസത്തില് ബുദ്ധിസാമർഥ്യവും വാക്സാമർഥ്യവും കാര്യസിദ്ധിയും പ്രതീക്ഷിക്കാം. ധനുമാസത്തില് ചില നേത്ര രോഗദുരിതങ്ങൾ, രക്തസംബന്ധമായ ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുണ്ട്. ദുർവ്യയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മകരമാസത്തിൽ ദേഹപീഡ, വിഭവങ്ങളൊക്കെ നശിക്കുക, വിഭവനാശങ്ങൾ ഉണ്ടാവുക, ശിരോവേദന ഉണ്ടാവുക, തലവേദന. മീനമാസത്തിൽ, കുംഭമാസത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ചില ദേഷ്യ അനുഭവങ്ങളും വാക്തർക്കങ്ങളും പ്രതീക്ഷിക്കാം. മകരമാകുമ്പോട്ട് മീനമാസത്തിൽ ഇവർക്ക് എല്ലാവിധ അലങ്കാരങ്ങളും ഭൂമിലാഭങ്ങളും ശത്രുനാശങ്ങളും ഒക്കെ ഉണ്ടായി ഉഷ്ണരോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. മേടമാസത്തിൽ ഇവർക്ക് അനുകൂലമായൊരു സുവർണ അവസരങ്ങളൊക്കെ ഉണ്ടാവുക, സന്തോഷജനകമായ കാര്യങ്ങൾ വന്നു ചേരുക. ഇവയൊക്കെ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. ഇടവമാസത്തിലെ രോഗമോഹങ്ങളിൽ നിന്ന് വർദ്ധിക്കുക, രോഗങ്ങള്, മോഹങ്ങള്, സ്ഥാനഭ്രംശം, ഉദരരോഗമൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ്. മിഥുനമാസത്തിൽ ഇവർക്ക്
വളരെയധികം കാര്യവിജയങ്ങളും പുത്രലാഭങ്ങളും സ്ത്രീ സൗഖ്യങ്ങളും ഉണ്ടാകും. കർക്കിടക മാസത്തിലെ അഗ്നിഭയം, അഗ്നിയെ സൂക്ഷിക്കുക. ഉചിതമല്ലാത്ത ചിന്തകൾ കൊണ്ടും കർക്കിടക മാസത്തിൽ ഇവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. എന്നാലും കാര്യവിജയങ്ങൾ നേടിയെടുക്കുന്ന ഒരു മാസം കൂടാണിത്. അങ്ങനെ ഒരുപാട് ഗുണഫലങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. ഉത്രാടത്തിന്റെ 2, 3, 4 പാദവും തിരുവോണവും അവിട്ടം 1, 2 പാദത്തിൽപ്പെട്ട മകരക്കൂറുകാർക്ക് ഈ ഒരു ആദ്യത്തെ പകുതിയിലുള്ള ആദ്യത്തെ 6 മാസക്കാലം സൂക്ഷിക്കണം. രണ്ടാമത്തെ പകുതി അവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. അവരുടെ 2ാം ഭാവത്തിലാണ് രാഹു സ്ഥിതി ചെയ്യുന്ന. വാക്ക് നിമിത്തം അസത്യവാദി കപടീശ രാഹു കഷ്ടപരാനി അപകീർത്തിപ്പെടുത്തുക, കഷ്ടതകൾ ഉണ്ടാവുക, അപകീർത്തി വരാം, അസത്യവാദിയായി തീരുക, സത്യം അറിയാത്തൊരവസ്ഥ, അല്ലെ അവരെ അസത്യം, അവർ കള്ളം പറഞ്ഞു എന്നവർക്ക് ചില വാക്കുകൾ കേൾക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുണ്ട്. 3ലെ ശനി ആണ് അവർക്ക് മകരക്കൂറുകാർക്ക്. അത് സ്വക്ഷേത്രാധിപനുമായിട്ടുള്ള ശനി മുടിവെച്ച് വാഴുമെന്ന് അവർക്ക് എല്ലാ വിധത്തിലും അപഗ്രഹങ്ങള് 3, 6, 10, 11 സ്ഥിതി ചെയ്ത ഉപജയസ്ഥാനങ്ങളായതുകൊണ്ട് അവർക്ക് ഗുണത്തെ പ്രദാനം ചെയ്യും. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ശനിയെ കൊണ്ട് സിദ്ധിക്കുന്നുണ്ട്. സുഹൃത്തുക്കള്, സഹായ വൃന്ദങ്ങള് ഓരോരുത്തർ സഹായിക്കാനായിട്ട് അവരെ ഇങ്ങോട്ട് വന്ന് സഹായ ഹസ്തങ്ങൾ അവരുടെ മുമ്പിലേക്ക് വന്നുകൂടുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കാണുന്നത്. ഈ പറഞ്ഞ വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്ത് ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധമായിട്ടുള്ള ഉത്രാടം നക്ഷത്രത്തിന് ശിവഭഗവാന് ജലധാര, 108 ധാര, മൃത്യുഞ്ജയ അർച്ചനകളൊക്കെ കഴിപ്പിക്കുക. തിരുവോണം നക്ഷത്രത്തിന്റെ അധിപനായ ചന്ദ്രഭഗവാന് പൗർണമി ദിവസം ഭഗവതി സേവ, അതുപോലെ തന്നെ പൗർണമി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതും സോമവാര വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതും ഗുണകരമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ ദശാനാഥനായിട്ടുള്ള ചൊവ്വായ പ്രീതിപ്രദം. നവഗ്രഹങ്ങളിൽ കുജന് പ്രത്യേകം ചുമന്ന പൂക്കൾ കൊണ്ട് കുജപൂജകള്, മംഗളപൂജകളൊക്കെ കഴിപ്പിക്കുക. മംഗളന്റെ സ്തോത്രങ്ങളും മംഗള ഗായത്രികളൊക്കെ ജപിക്കുന്നതും അവരുടെ ദോഷങ്ങളെയൊക്കെ കുറച്ച് അവർക്ക് ഗുണകരമായിട്ടുള്ളൊരു പുതുവർഷ കാലയളവ്. ആദ്യത്തിൽ ഇച്ചിരി തടസ്സവും 2ാം പകുതിയിൽ അവർക്ക് വളരെയധികം ഗുണങ്ങളും ഉണ്ടാകും. ഇനി കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3, 4 പാദവും ചതയവും പൂരിട്ടാതി നക്ഷത്രമാണ്. പൂരിട്ടാതി 1, 2, 3 പാദവും കുംഭക്കൂറിലടങ്ങും. ആ നക്ഷത്രക്കാർക്ക് 5ൽ വ്യാഴം, 5ഉം 6ഉം ഭാവങ്ങളിലായിട്ട് വ്യാഴവും സ്ഥിതി ചെയ്യുകയും 2ാം ഭാവത്തിൽ ശനി നിൽക്കുന്നുണ്ട്. 7 ശനി അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികൾ അവരെ വേട്ടയാടുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവർക്ക് വന്നു ചേരുന്നു. മാത്രമല്ല ഫലപ്രദമായിട്ടുള്ള ശുശ്രൂഷ, വേഗത്തിലുള്ള രോഗശാന്തി, വിശ്വസ്തരായ പരിചാരകരുണ്ടാകുക, മിതവ്യയങ്ങൾ ചെലവാക്കുന്നതൊക്കെ വളരെ പിടിച്ച് ചെലവാക്കേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ടാകും. ഗുണാനുഭവങ്ങൾ ഒരുപാടുണ്ടാകും. സാമ്പത്തിക നേട്ടങ്ങൾ കുറവായിരിക്കും. ഭക്ഷണത്തിലൊക്കെ അരുചി സംഭവിക്കുക. കുടുംബത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ പലർക്കും ഓരോരുത്തർക്ക് വിട്ടുമാറി ഓരോ വ്യാധികളും അസ്വസ്ഥതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജന്മത്തില് കുംഭരാശിയിൽ തന്നെ രാഹു സ്ഥിതി ചെയ്യുകയും 2ൽ ശനിയും 5ൽ വ്യാഴവും 5ഉം 6ഉം ഭാവത്തിലേക്ക് വ്യാഴം വരുന്ന ആദ്യ പകുതി അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം വളരെയധികം ഗുണങ്ങളാണ്. അവിട്ടം 3, 4 പാദം, ചതയം, പൂരിട്ടാതി 1, 2, 3 പാദത്തിൽപ്പെട്ട കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾക്ക് ചിങ്ങമാസത്തിൽ ലാഭകരമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാവുക, അനുകൂലമായ സൗഹൃദ ബന്ധങ്ങൾ പ്രതീക്ഷിക്കാം. പൈതൃക സ്വത്ത്, വിൽപത്രം, പുതിയ ഭൂമി ഇടപാടുകൾ നടത്തുന്നതിനും കാലഘട്ടം അനുകൂലമാണ്. കന്നിമാസത്തിൽ ഇവർക്ക് പങ്കാളികൾ വഴിയും മാന്ത്രിക വിദ്യയിലൂടെയും ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നീതി ലഭിക്കേണ്ടതായിട്ടുള്ളവർക്ക് നീതി ലഭിക്കാനും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. അടുത്തതായിട്ട് ഇവർക്ക് പറയാനുള്ളത് തുലാമാസത്തില് ഇവരെ സംബന്ധിച്ചിടത്തോളം വിശാല മനസ്സും ആഴത്തിലുള്ള മതബോധങ്ങളൊക്കെ വർദ്ധിക്കുകയും നിയമപരമായ വിജയവും ഊർജ്ജസ്വലതമായിട്ടുള്ള മനസ്സും ഇവർക്ക് വന്നു ചേരും. പങ്കാളിത്തം വഴിയോ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് ഉണ്ടാവും. വൃശ്ചിക മാസത്തിൽ ഉത്തരപരമായിട്ടുള്ള, അതായത് ഉത്തരവാദിത്തപരമായ കാര്യങ്ങളിൽ നേട്ടവും സെക്രട്ടേറിയറ്റിലും മറ്റും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചില അനുകൂലമായിട്ടുള്ള വിജയങ്ങളും വിവാഹ സൗഭാഗ്യങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്.
ധനുമാസത്തിൽ ഉറച്ച വിശ്വസ്തരായ സുഹൃത്തുക്കളിലൂടെ ജീവിത വിജയം ഇവർക്ക് സാധിക്കുന്നതാണ്. മകരമാസത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമാന്മാരായ സുഹൃത്തുക്കളും പരിചയക്കാര് എന്നിവയിൽ നിന്ന് കൂടുതൽ അറിവുകൾ ലഭിക്കാനും, കുംഭമാസത്തിൽ അന്തസ്സും ആദരവും സഹാനുഭൂതിയും ബഹുമാനവും കൈവരികയും, മീനമാസത്തിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്ന മാസമാണ്. ആത്മവിശ്വാസം, ഊർജ്ജസ്വലത ഇവരിൽ പ്രത്യേകം അഭിവൃദ്ധിപ്പെട്ടു വരും. മേടമാസത്തിൽ പൈതൃകം, പാരമ്പര്യം എന്നിവ വഴി വിജയങ്ങൾ ശ്രദ്ധിക്കുവാനും അതിൽ കുറെ കൂടെ ഉന്നമനങ്ങളും പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാനും കുടുംബപരമായ ഒരു ഐക്യത്തെ സൃഷ്ടിക്കാനും സാധിക്കും. ഇടവമാസത്തില് സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരികയും ഊഹക്കച്ചവടത്തിലും പ്രണയകാര്യങ്ങളിലും ഒക്കെ വിജയം കൈവരിക്കുകയും, മിഥുനമാസത്തിൽ ജോലിയിൽ നല്ല പ്രകടനവും അനുകൂല സാഹചര്യവും സംജാതമാകും. യാത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കുറെയൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട്. കർക്കിടക മാസത്തിൽ ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് കുടുംബജീവിതത്തിന് ഗുണകരമായുള്ള വസ്തുവും സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങളും വിവാഹാനന്തരമുള്ള സാമൂഹിക വിജയങ്ങളും പൊതുപ്രവർത്തനങ്ങളും മേഖലകളും മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 1, 2, 3 പാദങ്ങളിൽപ്പെട്ട നക്ഷത്രങ്ങളും ചതയം നക്ഷത്രവും പൂരിട്ടാതി 1, 2, 3 പാദങ്ങളിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കുംഭക്കൂറുകാർക്ക് ആദ്യ പകുതി 5-ലെ വ്യാഴവും പ്രജ്ഞാസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നുണ്ട്. അവരുടെ ചിന്താശക്തിയും വിവേകശക്തിയും കഴിവുകളും ഒക്കെ പ്രകടിപ്പിക്കാനും അവർ വളരെ കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ സാധിക്കാനും, സന്താനങ്ങളെ സംബന്ധിച്ചോളം വിദ്യാർത്ഥികൾക്ക് അവർക്ക് പഠന നിലവാരം മെച്ചപ്പെടുകയും, വിദേശ സംബന്ധമായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വിദേശ ജോലിയിൽ കുറെ കൂടെ അഭിവൃദ്ധികൾ ഉണ്ടാവാനും പറ്റിയ ഒരു കാലഘട്ടമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാം പകുതിയിൽ അവർ വളരെയധികം ശ്രദ്ധിക്കണം. അവിട്ട നക്ഷത്രക്കാര് അവരുടെ ദശാനാഥനായിട്ടുള്ള ചൊവ്വ ഭഗവാന് വേണ്ടുന്നതായിട്ടുള്ള വഴിപാടുകള് ചൊവ്വാഴ്ച ദിവസം 21 ചൊവ്വാഴ്ച അവിടെ ചൊവ്വ ഭഗവാന് വേണ്ടുന്നതായിട്ടുള്ള മംഗളപൂജകൾ ക്ഷേത്രത്തിൽ കഴിപ്പിക്കുകയും, ചതയം നക്ഷത്രത്തിന്റെ അധിപനായിട്ട് രാഹു ദശാനാഥനായിട്ടുള്ളവർക്ക് രാഹുവിന് 100 പാലും വഴിപാടും സർപ്പം പാട്ട് നടത്തുകയും പുള്ളവും പാട്ട് പാടിപ്പിക്കുകയും അതിലൂടെ അവർക്ക് എല്ലാവിധമായിട്ടുള്ള ഗുണഫലങ്ങളൊക്കെ ഉണ്ടാവും. പൂരിട്ടാതി നക്ഷത്രത്തിന്റെ ശാന്തനായ വ്യാഴം അനുകൂലമായിട്ട് വരുന്നതിന് സാക്ഷാൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം, മഹാവിഷ്ണു ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി വ്യാഴ പ്രീതി വരുത്തുകയും അതുപോലെ വിഷ്ണു ഭുജംഗ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലികളൊക്കെ കഴിപ്പിക്കുന്നതിലൂടെ ഈ പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണകരമായ ഒരു വർഷമാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 3, 4 പാദം, ചതയം, പൂരിട്ടാതി 1, 2, 3 പാദങ്ങളിലുള്ളവർക്ക് ആദ്യ പകുതി വളരെ അനുകൂലമായിട്ട് കാണുന്നു. രണ്ടാം പകുതിയിൽ അവര് ഈശ്വരഭജനവും അനുഷ്ഠാനങ്ങളും നിത്യമായ ജപങ്ങളിലൂടെയും അവരുടെ എല്ലാ രണ്ടാമത്തെ പകുതി ഘട്ടത്തെ അതിജീവിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രമായ ഉത്രട്ടാതി, പൂരിട്ടാതി 4-ാം പാദവും ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം 4, 5 ഭാവങ്ങളിലായി സ്ഥിതി ചെയ്യും. 12 രാഹു ജന്മത്തിൽ ശനിയും നിൽക്കുന്ന ജന്മശനി നിൽക്കുന്ന കാലഘട്ടമായതുകൊണ്ട് വേണ്ടപ്പെട്ടവരുടെ വിയോഗം അവർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് ഊഹക്കച്ചവടത്തിൽ വിജയം സംഭവിക്കാനും സംരംഭങ്ങളിൽ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാനും സൗഭാഗ്യവും ഫലപ്രദമായ ഇടപാടുകളും വിനോദ സഞ്ചാരങ്ങളും അഭിവൃദ്ധിയും ഇവയൊക്കെ ഉണ്ടാവാൻ വളരെയധികം നല്ലൊരു കാലഘട്ടമാണ്. 4, 5 ഭാവങ്ങളിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അത് മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് കർമ്മപരമായ പുരോഗതി പ്രതീക്ഷിക്കാം. ജോലിയിൽ ഉയർച്ച അവർക്ക് സംഭവിക്കുക, ജോലിയിൽ അവർക്ക് പ്രൊമോഷന്, പുതിയ തൊഴിലവസരങ്ങൾ തേടി നിൽക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടാനുള്ള സാധ്യത വളരെയേറെ കൂടിയ ഒരു കാലഘട്ടം. അതുപോലെ ഇർക്കിലും മറ്റും ജോലി ചെയ്യുന്നവർക്കും മർച്ചന്റ് നേവി സംബന്ധമായിട്ടും ഒക്കെയുള്ള അങ്ങനെയുള്ളവർക്കും അതിനകത്ത് കുറെ കൂടെ പുരോഗതികൾ ഉണ്ടാവുന്ന ഒരു പുതുവർഷം കൂടാണ് അവർക്ക്. ആദ്യ പകുതിയും രണ്ടാം പകുതിയും ഈ മീനക്കൂറിൽപ്പെട്ട പൂരിട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത്. ദുഃഖങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഭാര്യാപുത്ര കലഹങ്ങളൊക്കെ സംഭവിക്കും. തുലാമാസത്തിൽ സർക്കാരിൽ നിന്ന്
അധികാരികളിൽ നിന്ന് ഭയവും രോഗങ്ങളും പ്രതീക്ഷിക്കാം. വൃശ്ചിക മാസത്തിൽ ചില പരാജയങ്ങളും ധനനാശങ്ങളും ജോലിയിൽ തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവും. ധനുമാസത്തില് സേനാ വിഭാഗത്തിലുള്ള മത്സര പരീക്ഷകളിലൊക്കെ വിജയം നേടാനും അഭീഷ്ടസിദ്ധിയും ധർമ്മ പ്രവർത്തികളിൽ ഏർപ്പെടാനും ഇവർക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല മകരമാസത്തിൽ സ്ഥാന ബഹുമാനാദികളും വിഭവ സമൃദ്ധിയും രോഗനാശവും എല്ലാ പ്രകാരമുള്ള സുഖങ്ങളും ഭവിക്കും. കുംഭമാസത്തിൽ പ്രയോജനമില്ലാത്ത യാത്രകൾ ആവശ്യമായിട്ട് വരും. രോഗദുരിതങ്ങൾ, ദുഃഖങ്ങൾ ഇവയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മീനമാസത്തിൽ ഇവർക്ക് ശുഭ മിശ്രങ്ങളായിട്ടുള്ള ഫലങ്ങളായിരിക്കും തരുന്നത്. ധനനാശം, ഉഷ്ണതാപം മുതലായവ കൊണ്ടുള്ള ചില അസുഖങ്ങളും അകാരണമായ ചില ചിന്തകൾ ഇവരെ ബാധിക്കും. ബിസിനസ് പ്രവർത്തകർക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള രംഗത്ത് പുതിയ സ്ഥാപനങ്ങളും വ്യക്തി സഹായത്തോടു കൂടി തുടങ്ങുന്നതിനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കും. മേടമാസത്തിലെ പരിപ്രവർത്തനങ്ങൾക്ക് കൈവരിക്കാനും പുതിയ പ്രവർത്തനങ്ങൾ അനുകൂലമാകാനും സാധിക്കും. ഇടവമാസത്തിൽ ചില അപകീർത്തികള്, എതിർപ്പുകള്, നിയമപരമായ അധികാരികളിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് വന്നു ചേരും. ഇടവമാസം അവർ വളരെയധികം സൂക്ഷിക്കണം. മിഥുനമാസത്തിൽ അവർക്ക് ഭൃത്യന്മാരും ധനവും കീർത്തിയും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവുന്ന ഒരു മാസമാണ്. വിദേശ യാത്രകൾക്കുള്ള പരിശ്രമങ്ങളൊക്കെ നടപ്പിലാവുന്ന മാസമാണ് മിഥുനമാസം. കർക്കിടക മാസത്തിൽ അവർക്ക് സുവർണ ആഭരണങ്ങളും എല്ലാവിധ ഗുണാനുഭവങ്ങളും ഉണ്ടാവുന്ന ഒരു കാലഘട്ടം കൂടാണ്. മീനക്കൂറിൽപ്പെട്ട ഈ നക്ഷത്രക്കാർ പുരുട്ടാതി 4-ാം പാദവും ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണഫലങ്ങളാണ് ആദ്യ പകുതിയിലും 2-ാം പകുതിയിലും കാണുന്നത്. അപ്പൊ ഈ നക്ഷത്രക്കാർക്കെല്ലാം പൊതുവായി ഒരു പറയാനുള്ള ഫലങ്ങൾ, നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി ആരാധനകൾ നടത്തിയാലും പ്രാർത്ഥിച്ചാലും നമ്മൾ എന്താണോ ആ ദേവതയോട് പറയുന്നത് അതായിരിക്കും ആ ദേവത നമുക്ക് തിരിച്ചു തരും. കാരണം ഈ പ്രതിഷ്ഠകള് ആയാലും നമ്മൾ വീട്ടിലൊരു വിളക്ക് കത്തിച്ചാലും മനസ്സിലെന്ന് പ്രാർത്ഥിച്ചാലും തഥാസ്തു എന്നേ ദേവതമാരെപ്പോഴും പറയത്തുള്ളൂ. എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നടക്കട്ടെ. അപ്പൊ നമ്മൾ അമ്പലത്തിൽ ചെന്ന് നമ്മളെ രോഗങ്ങളും മാറി നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവണം, എൻ്റെ ഗ്രഹപ്പിഴകളൊക്കെ മാറ്റിത്തരണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് തന്നെ സാധിക്കും. അതിനാണ് നമ്മുടെ സനാതന ധർമ്മം മുറുകെ പിടിച്ച് ഈ ഒരു ഈശ്വരാരാധന ഋഷീശ്വരന്മാര് പണ്ടുവെച്ച അവർ ദർശിച്ച വഴികളിലൂടെ അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുക. നിത്യ സ്നാനം ചെയ്യുക, 2 നേരം കുളിക്കുക, ബൗധായിനീയ സ്നാനങ്ങൾ, മന്ത്രങ്ങളൊക്കെ ജപിച്ചുള്ള ചില സ്നാനങ്ങളും ചെയ്യുന്നത്, ഗ്രഹങ്ങളുടെ ചില ഔഷധങ്ങളൊക്കെ കൊണ്ട് പ്രത്യേകം കുളിക്കുന്നതിലൂടെ ഇവരുടെ ഗ്രഹദോഷ പരിഹാരങ്ങളെല്ലാം ഉണ്ടായി ആ ഗ്രഹങ്ങളുടെ അനിഷ്ട ഫലങ്ങളെല്ലാം മാറി ഇഷ്ടഭാവത്തിൽ വരുന്നതിന് അനുകൂലമായ ഒരുപാട് പരിഹാരങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അറിയാൻ വണ്ണും വിധിയാൻ വണ്ണും അറിവുള്ളവരോട് ചോദിച്ചും ഒക്കെ നമ്മൾ അനുഷ്ഠിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞ ദോഷഫലങ്ങളിൽ ആരും പേടിക്കാനില്ല. എല്ലാവർക്കും ഗുണങ്ങളെ ഉണ്ടാവത്തുള്ളൂ. ദോഷങ്ങൾ നമ്മളെപ്പോഴും പറയുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ദോഷം നമുക്ക് എത്ര അനുഭവിച്ചാലും വീണ്ടും വളരെ പതുക്കെ ദോഷ കാലഘട്ടം മാറിപ്പോകത്തുള്ളൂ. എന്നാൽ സുഖമായ ഒരു കാലഘട്ടം സുഖം അറിയാതെ കടന്നുപോകും. അത് പെട്ടെന്ന് തന്നെ നമ്മളെ അറിയാതെ തന്നെ ആ മാസങ്ങളെല്ലാം നല്ല കാലഘട്ടങ്ങൾ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് കടന്നു പോകും. അപ്പം സുഖവും ദുഃഖവും സമ്മിശ്രമായിട്ട് നമ്മൾ ഈശ്വരനെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ചില ഈ സൂചനകളൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. ഗ്രഹങ്ങളായാലും ഒരിക്കലും നമ്മളെ ഈ ശനിയായാലും ആരും ദോഷം ചെയ്യാനുണ്ടോ, അവരെല്ലാം ഒരു നെയിം ബോർഡ് പോലാണ്. അതായത് ഒരു സിഗ്നലാണ് അവർ കാണിച്ചു തരുന്നത്. ഈ കാലഘട്ടങ്ങൾ സൂക്ഷിച്ചോണേ, അല്ലെ ആദ്യ പകുതി നല്ലതാണ്, ആദ്യ പകുതി സൂക്ഷിക്കണം, 2-ാം പകുതി സൂക്ഷിക്കണം എന്ന് പറയുന്നത് ആ സമയത്ത് കൂടുതൽ ശ്രദ്ധാലുവായി ഇരുന്നുകൊണ്ട് സ്വന്തം നാമജപവും ഈശ്വര പ്രാർത്ഥനയും കൊണ്ട് സർവ ഗ്രഹദോഷങ്ങളെ മാറ്റി എല്ലാവരും ജീവിതത്തിൽ വിജയം നേടുന്നതിനായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരനിൽ നിന്ന് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃഷ്ണ കാരുണ്യ സിന്ധോ കൃഷ്ണ ആപദ് ബാന്ധവ കൃഷ്ണ ഹരി